അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മജ്ലിസാ. ഈ മജ്ലിസിൽ ഇരുന്നും കൊണ്ട് ഒരാൾ മരിച്ചാൽ പോലും അവൻ സ്വർഗത്തിലാ. എന്റെ പ്രിയപ്പെട്ടവരെ, അത്രത്തോളം വല്ലാത്ത ഒരു മജ്ലിസാ. അതുകൊണ്ട് അങ്ങ് നിൽക്കണ്ട, റോഡിൽ നിൽക്കണ്ട. ഇത് ഇൽമ പറയുന്ന മജ്ലിസാ, അല്ലാഹനെ പറ്റി പറയുന്ന മജ്ലിസാ. അതുകൊണ്ട് കടന്നിരിക്കണേ. മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. ഈ ഇൽമിന്റെ മജ്ലിസ് ഉണ്ടല്ലോ, അത് സ്വർഗത്തിൽ നിന്നുമുള്ള, സ്വർഗത്തിന്റെ പൂന്തോപ്പിൽ നിന്നുള്ള ഒരു പൂന്തോപ്പാണെന്ന് കൽബി വറൂഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള മജ്ലിസാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാം. ഒരു ക്രൈസ്തവ പുരോഹിതൻ എഴുതിയ ഒരു കഥയാണ്. ഈ കഥയ്ക്ക് ക്രൈസ്തവ പുരോഹിതൻ ഒരു പേരിട്ടു, നഗ്ന സത്യം എന്നാണ് ഈ കഥയ്ക്ക് പേരിട്ടത്. ക്രൈസ്തവ പുരോഹിതൻ പറയുകയാണ്, ആദ്യമായിട്ട് ദൈവം ഈ ലോകത്തേക്ക് പടയ്ക്കുന്നത് ഒരു കഴുതയാണ്. കഴുതയെ പടച്ചിട്ട് ദൈവം കഴുതയോട് പറഞ്ഞു, കഴുതേ, നിന്നെ ഞാൻ ഈ ലോകത്തേക്ക് പടച്ചു. നിന്നെ പടച്ചതിന്റെ പിന്നിൽ ഒരു വല്ലാത്ത ലക്ഷ്യമുണ്ട്. ജനങ്ങൾക്ക് വേണ്ടുന്ന സാധന സാമഗ്രികൾ വീട്ടിൽ ചുമന്നുകൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് നിന്റെ ഡ്യൂട്ടി. അതുകൊണ്ട് നിനക്ക് ഞാൻ ഇട്ടിരിക്കുന്ന പേര് കഴുത എന്നാണ്. എല്ലാവരും നിന്നെ കഴുത കഴുത എന്ന് വിളിക്കും. അതുകൊണ്ട് നിനക്ക് ഞാൻ ഒരു 40 വർഷത്തെ ആയുസ് തരികയാണ്. ഉടനെ കഴുത പറഞ്ഞു, ജനങ്ങൾക്ക് വേണ്ടുന്ന സാധന സാമഗ്രികൾ ചുമക്കുന്നതിന് വേണ്ടി എനിക്ക് 40 വർഷത്തെ ആയുസ് എനിക്ക് വേണ്ട. മറിച്ച് എനിക്ക് വെറും 15 വർഷത്തെ ആയുസ് മതി. ബാക്കി 25 വർഷത്തെ ആയുസ് എന്നിൽ നിന്നും കുറയ്ക്കാൻ അവിടുന്ന് കനിവുണ്ടാകണമെന്ന് കഴുത ദൈവത്തോട് ആവലാതി പറഞ്ഞു അത്രേ. അങ്ങനെ ദൈവം ആ ആവലാതി കേട്ടു. 15 വർഷത്തെ ആയുസ് കൊടുത്തു. ബാക്കി 25 വർഷത്തെ ആയുസ് കഴുതയിൽ നിന്നും കുറയ്ക്കുകയും ചെയ്തു. ക്രൈസ്തവ പുരോഹിതൻ പറയുകയാണ്, രണ്ടാമത് ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പടയ്ക്കുന്നത്, ക്രൈസ്തവ പുരോഹിതന്റെ ഭാഷയിൽ തന്നെ പറയുകയാണ്, രണ്ടാമത് ഈ ലോകത്തേക്ക് പടയ്ക്കുന്നത് നായയാണ്. നായയെ പടച്ചിട്ട് ദൈവം നായയോട് പറഞ്ഞു അത്രേ, നായേ, നിന്നെ ഞാൻ പടയ്ക്കുകയാണ്. നിന്റെ പേര് നായ എന്നാണ്. എല്ലാവരും നിന്നെ നായ നായ എന്ന് വിളിക്കും. അതുകൊണ്ട് നിനക്ക് ഞാൻ 25 വർഷത്തെ ആയുസ് തരികയാണ്. നിനക്കുള്ളതായ ജോലി, ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ വീടിന്റെ മുന്നിൽ കാവല് കിടക്കലാണ്. ഞാൻ ഈ പറയുന്ന കഥയൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ എന്റെ ബഹുമാനപ്പെട്ടവർ. നിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ വീടിന് മുന്നിൽ കാവല് കിടക്കലാണ് നിന്റെ ഡ്യൂട്ടി. അതുകൊണ്ട് നിനക്ക് ഞാൻ 25 വർഷത്തെ ആയുസ് തരികയാണ്. ഉടനെ തന്നെ നായ പറഞ്ഞു, എനിക്ക് 25 വർഷത്തെ ആയുസ് വേണ്ട കാവല് കിടക്കുന്നതിന്, മറിച്ച് എനിക്ക് 10 വർഷത്തെ ആയുസ് മതി. മറിച്ച് ബാക്കിയുള്ള 15 വർഷം എന്നിൽ നിന്നും കുറയ്ക്കാൻ കനിവുണ്ടാകണമെന്ന് ദൈവത്തോട് ആവലാതി പറഞ്ഞു. അതും ആവലാതിയും നായയുടെ ആവലാതിയും ദൈവം കേൾക്കുകയാണ്. അങ്ങനെ 15 വർഷത്തെ ആയുസ് കുറയ്ക്കുകയാണ്, 10 വർഷത്തെ ആയുസ് കൊടുക്കുകയാണ്. ക്രൈസ്തവ പുരോഹിതൻ പറയുകയാണ്, മൂന്നാമതായി പടയ്ക്കുന്നത് കുരങ്ങിനെയാണ്. കുരങ്ങിനെ പടച്ചിട്ട് കുരങ്ങിനോട് പറഞ്ഞു, കുരങ്ങേ, നിന്നെ പടയ്ക്കുകയാണ്. നിന്റെ പേര് കുരങ്ങെന്നാണ്. എല്ലാവരും നിന്നെ കുരങ്ങേ കുരങ്ങേ എന്ന് വിളിക്കും. നിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ രസിപ്പിക്കലാണ്. നിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ചിരിപ്പിക്കലാണ്. ചിരിപ്പിക്കുക എന്നുള്ളതാണ് നിന്റെ ഡ്യൂട്ടി. നീ ജനങ്ങളെ മുഴുവനും ചിരിപ്പിക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടിയാണ് നിനക്ക് തരുന്നത്. അതുകൊണ്ട് നിനക്ക് ഞാൻ 20 വർഷത്തെ ആയുസ് തരികയാണ്. ഉടൻ തന്നെ കുരങ്ങ് പറഞ്ഞു, എനിക്ക് 20 വർഷത്തെ ആയുസ് വേണ്ട, മറിച്ച് എനിക്ക് 10 വർഷത്തെ ആയുസ് മതി. 10 വർഷം എന്നിൽ നിന്നും കുറയ്ക്കാൻ കനിവുണ്ടാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുവത്രേ. ആ പ്രാർത്ഥനയും ദൈവം കേട്ടു. 10 വർഷത്തെ ആയുസ് കുരങ്ങിന് കൊടുത്തു. 10 വർഷത്തെ ആയുസ് കുറയ്ക്കുകയും ചെയ്തു. ക്രൈസ്തവ പുരോഹിതൻ പറയുകയാണ്, നാലാമതായിട്ട് ഈ ദുനിയാവിലേക്ക്
പടയ്ക്കുന്നത് മനുഷ്യനെയാണ്. മനുഷ്യനെ പടച്ചിട്ട് മനുഷ്യനോട് പറഞ്ഞു, മനുഷ്യ, നിന്നെ ഞാൻ ഈ ലോകത്തേക്ക് പടയ്ക്കുകയാണ്. നിന്നെ പടയ്ക്കുന്നത് വെറുതെയല്ല, ബുദ്ധിയുള്ളവനായിട്ടാണ് നിന്നെ പടയ്ക്കുന്നത്, ധർമ്മമുള്ളവനായിട്ടാണ് നിന്നെ പടയ്ക്കുന്നത്, വിവേകമായിട്ടാണ് നിന്നെ പടയ്ക്കുന്നത്. നിന്റെ പേരുണ്ടല്ലോ അൽ ഇൻസാൻ, നിന്റെ പേര് മനുഷ്യൻ എന്നാണ്. നിന്നെ എല്ലാവരും ഇൻസാൻ എന്നാണ് വിളിക്കുന്നത്. നിനക്കതും കൊണ്ട് ഞാൻ 20 വർഷത്തെ ആയുസ് നിനക്ക് തരികയാണ്. ഉടൻ തന്നെ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് 20 വർഷത്തെ ആയുസ് പോരാ, മറിച്ച് എനിക്ക് 70 വർഷത്തെ ആയുസ് എനിക്ക് തരണം എന്ന് മനുഷ്യൻ ദൈവത്തോട് അവലാതി പറഞ്ഞു അത്രേ. അത് നിന്റെ ഓശാരമായി തരണ്ട. കഴുതയിൽ നിന്നും കുറച്ച 25 വർഷവും നായയിൽ നിന്നും കുറച്ച 15 വർഷവും കുരങ്ങിൽ നിന്നും കുറച്ച 10 വർഷവും ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 50 വർഷമുണ്ട്. എനിക്ക് നീ തരാൻ ഉദ്ദേശിക്കുന്ന 20 വർഷവും അങ്ങനെ കൂട്ടി 70 വർഷത്തെ ആയുസ് എനിക്ക് തരണമെന്ന് ദൈവത്തോട് ആവലാതി പറഞ്ഞു. ആവലാതിയും ദൈവം കേൾക്കുകയാണ്. 70 വർഷത്തെ ആയുസ് മനുഷ്യന് കൊടുക്കുകയാണ്. ചിലർക്ക് 70 വർഷത്തെ ആയുസ്, ചിലരതിനു മുമ്പ് മരണപ്പെട്ടു പോകുന്നു. എന്റെ ബഹുമാനപ്പെട്ടവരെ, ഇതൊക്കെ ഒരു കഥയാണെങ്കിൽ ഒന്ന് ചിന്തിക്കണേ, ഈ കഥയൊന്ന് ചിന്തിക്കണേ. എന്താ ഈ കഥ? മനുഷ്യനെ ഉണ്ടല്ലോ പച്ചയായിട്ട് അല്ലാഹു ദൈവം ആദ്യം കൊടുക്കുന്നത് 20 വർഷമാണ്. അവൻ പറഞ്ഞു, 20 വർഷം പോരാ, എനിക്ക് 70 വർഷത്തെ ആയുസ് വേണമെന്ന്. വേണ്ട എന്ന് പറഞ്ഞതാരാ? എനിക്കിത് പോരാ എന്ന് പറഞ്ഞത് മനുഷ്യരാ. എനിക്കിത് പറ്റൂല എന്ന് പറഞ്ഞത് മനുഷ്യരാ. ബാക്കിയുള്ള ജീവികൾ മുഴുവനും പറഞ്ഞത് ഇത് വേണ്ട, ഇത്രയും ആയുസ് വേണ്ട, ഇതിൽ നിന്നും ഒന്ന് കുറയ്ക്കണം എന്നാണ് പറഞ്ഞത്. മനുഷ്യൻ മാത്രമാ പറഞ്ഞത് ഇത്രയും ആയുസ് പോരാ, ഇത്രയും ആയുസ് വേണമെന്ന് പറഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, അമാറു ഉമ്മത്തി മാ ബൈന സിത്തി ഈ കഥയ്ക്ക് എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അള്ളാന്റെ ഹബീബ് പറഞ്ഞില്ലേ, എന്റെ ഉമ്മത്തിന്റെ ആയുസ് 70-ന്റെയും 60-ന്റെയും ഇടയിലാണ് എന്ന് അള്ളാന്റെ ഹബീബ് പറഞ്ഞെങ്കിൽ, എന്റെ ബഹുമാനപ്പെട്ടവരെ, ഈ കഥയിൽ ആദ്യം പറഞ്ഞത് കഴുതയുടെ കഥയാണ്, പിന്നെ പറഞ്ഞത് നായയുടെ കഥയാണ്, പിന്നെ പറഞ്ഞത് കുരങ്ങിന്റെ കഥയാണ്. ആദ്യം കഴുതയുടെ കഥ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട മനുഷ്യ, നീ ഒന്ന് ചിന്തിക്ക് എന്റെ മനുഷ്യ. കഴുതയെപ്പോലെ മനുഷ്യൻ പ്രഭാതം മുതൽ പ്രദോഷം വരെ പണിയെടുക്കുന്നു. കഴുതയെപ്പോലെ പണിയെടുക്കുന്നു. എന്തിനെന്നറിയില്ല. പൊന്നുമക്കളെ പോറ്റാൻ വേണ്ടി, മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി, മക്കളെ കെട്ടിച്ചു വിടാൻ വേണ്ടി എന്ന് വേണ്ട കഴുതയെപ്പോലെ അവൻ പണിയെടുക്കുകയാണ്. ആർക്കോ വേണ്ടി പണിയുകയാണ്, ആർക്കോ വേണ്ടി അവൻ വിയർപ്പൊഴുക്കുകയാണ്, ആർക്കോ വേണ്ടി പ്രഭാതത്തിൽ നിന്നും അവൻ ഇറങ്ങിപ്പോയി പ്രദോഷത്തിൽ അവൻ കടന്നു വരികയാണ്. കഴുതയെപ്പോലെ പണിയുകയാണ് അവൻ. രണ്ടാമത് ഈ കഥയിൽ പറഞ്ഞത് നായയാണ്. നായയുടെ കൂട്ട് കാവല് കിടക്കുന്ന മനുഷ്യരല്ലേ ഞാനും നിങ്ങളും? ചിന്തിച്ചിട്ടുണ്ടോ? മകനങ്ങ് വളർന്നു വന്നു, അവൻ വലിയ മനുഷ്യനായി, അവൻ കല്യാണം കഴിച്ചു കുഞ്ഞുങ്ങളായി. എന്നാൽ അവരെല്ലാവരും ഒരു പോക്കുണ്ട്. എങ്ങോട്ടാണ് പോകുന്നത്? അത് ഊട്ടിയിലേക്കാണ് പോകുന്നത്, കൊടൈക്കനാലിലേക്കാണ് പോകുന്നത്. കുഞ്ഞും മക്കളും എല്ലാവരും പോകുന്നു. ആര് മാത്രം ബാക്കിയാണ് വീട്ടിൽ? 2 പേര് മാത്രം ബാക്കിയാണ് വീട്ടിൽ. ആരാ 2 പേര്? അത് തൊലിയെല്ലാം ചുളിഞ്ഞു പോയ 2 പേരാണ്. 2 പേരും കണ്ണോട് കണ്ണ് നോക്കിയിരിക്കുകയാണ്. ഒരു പക്ഷേ അവിടെ കണ്ണിൽ നിന്നും കണ്ണുനീര് ചാലിട്ടൊഴുകുന്നുണ്ട്. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് മക്കളുടെ വീട് കാവല് കിടക്കുന്ന മനുഷ്യൻ, മകന്റെ വീട് കാവല് കിടക്കുന്ന മനുഷ്യൻ, മകളുടെ വീട് കാവല് കിടക്കേണ്ട മനുഷ്യൻ. മനുഷ്യ, നീ ഇതാണ് ആവേണ്ടത്. നീ ചിന്തിക്കുക. ഈ പരിപാടി കഴിയുമ്പോൾ നീ ഒന്ന് ചിന്തിക്കുക. നിന്റെ വീട്ടിൽ ചെന്നിട്ട്. മൂന്നാമത് ഈ കഥയിൽ പറഞ്ഞു കുരങ്ങാണ്. കുരങ്ങിന്റെ ഡ്യൂട്ടി രസിപ്പിക്കലാണ്. കുരങ്ങ് രസിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുരങ്ങ് ചെയ്യുന്ന പണി എന്താ? ഒരു ചില്ലയിൽ നിന്നും അടുത്ത ചില്ലയിലേക്ക് പോകും. ആ ചില്ലയിൽ നിന്നും ഓടി അടുത്ത ചില്ലയിലേക്ക് വരും. ഒരു മാങ്ങ എടുത്തെറിഞ്ഞാൽ ആ മാങ്ങ തിരിച്ചറിയും. അല്ലേ? കുരങ്ങിങ്ങനെ മാറിക്കളിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ട മനുഷ്യ, നീയും അത് ചെയ്യുന്നില്ലേ? ഒരു മാസം മകളുടെ വീട്ടിലാണെങ്കിൽ അടുത്ത മാസം മകന്റെ വീട്ടിലാണ്. 1 മുതൽ 30 ദിവസം ഇങ്ങനെ എണ്ണുകയാണ്. 30 ദിവസം കഴിഞ്ഞാൽ പിന്നീട് മകന്റെ വീട്ടിലേക്ക് യാത്ര തുടങ്ങുകയാണ്.
28 പറയാൻ തുടങ്ങും, പോകാൻ സമയമായി, ഒരുങ്ങിക്കോ, തുണിയെല്ലാം ഒരുക്കി വെച്ചോ. എവിടേക്കാ പോകുന്നത്? മകളുടെ വീട്ടിലേക്ക്. അവിടുന്ന് 1 മാസം കഴിഞ്ഞാൽ പിന്നെ ആരുടെ വീട്ടിലേക്ക്? മകന്റെ വീട്ടിലേക്ക്. ഇങ്ങനെ ചില്ല കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചില്ലയിൽ നിന്നും അടുത്ത ചില്ലയിലേക്ക്, ആ ചില്ലയിൽ നിന്നും അടുത്ത ചില്ലയിലേക്ക്. മാത്രമല്ല, കുരങ്ങിന്റെ മറ്റൊരു ജോലിയുണ്ട്, ചിരിപ്പിക്കുക എന്നുള്ളത്. കുഞ്ഞുമക്കൾ ഈ ചുളുങ്ങിയതായ തൊലിയുണ്ടല്ലോ, തൊലിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഞെവിടും. എന്നിട്ട് ഈ മനുഷ്യനെ ഒന്നിക്കലിടും, ഉപ്പുപ്പായ ഒന്നിക്കലിടും. പല്ലില്ലാത്ത ഉപ്പുപ്പ പൊട്ടിച്ചിരിക്കും. ഇത് കാണുമ്പോൾ ഈ കുഞ്ഞു മോന് ഭയങ്കര ഇഷ്ടമാണ്. വീണ്ടും തോളിലേക്ക് ചാടിക്കയറും. ആന കളിക്കാം, ആട് കളിക്കാം എന്നൊക്കെ പറഞ്ഞ് ഓടിക്കേറും. ഇങ്ങനെ കളിപ്പിക്കുന്ന ജോലിയാണ്, ഇങ്ങനെ കളിപ്പിക്കുന്ന ജോലിയാണ് മനുഷ്യ നിനക്ക്. നിന്റെ ജോലിയിൽ നിന്നും നീ ഒരിക്കലും മാറിപ്പോകാൻ കഴിയില്ല. നിന്റെ ജോലിയിൽ നിന്നും നീ ഒരിക്കലും ഈ ജോലി മതിയാക്കാൻ കഴിയില്ല. മതിയാക്കാൻ നിന്റെ മക്കൾ, കുഞ്ഞുമക്കള് സമ്മതിക്കൂല. അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു വശത്ത് ഇങ്ങനെ നിൽക്കും, അടുത്ത വശത്ത് നിൽക്കും. നീ അട്ടഹസിച്ച് ചിരിക്കും. ഇത് കാണുമ്പോൾ ഈ കുഞ്ഞുമക്കൾക്ക് വല്ലാത്ത ഒരു രസമാണ്. ഇത് കണ്ടിട്ടവരങ്ങ് ചിരിക്കുകയാണ്. എന്നാൽ എന്റെ ബഹുമാനപ്പെട്ട മുസ്ലിമേ, കഥ ഇങ്ങനെയാണെങ്കിൽ നീ ഒന്ന് ചിന്തിക്കണേ. അല്ല പറഞ്ഞില്ലേ, ഖുൽ യതവഫാകും മലക്കുൽ മൗത്തുല്ലദീ വുക്കില ബിക്കും സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. എന്റെ ബഹുമാനപ്പെട്ടവരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മപെങ്ങന്മാരെ, ഒന്ന് ശ്രദ്ധിക്കണേ. അല്ല പറഞ്ഞില്ലേ, ഖുൽ നബിയേ അങ്ങ് പറഞ്ഞു കൊടുക്ക്, യതവഫാകും മലക്കുൽ മൗത്തുല്ലദീ വുക്കില ബിക്കും. റൂഹ് പിടിക്കാൻ, നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന ഒരു മലക്കുണ്ട്. ആ മലക്ക് അസ്റായീലാണ്. ആ അസ്റായീൽ വന്നിട്ട് നിന്റെ റൂഹ് പിടിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. യതവഫാകും മലക്കുൽ മൗത്തുല്ലദീ വുക്കില ബിക്കും സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. പിന്നീട് നിന്നെയുണ്ടല്ലോ ആ റബ്ബിലേക്ക് നിന്നെ മടക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള ഒരു രംഗമുണ്ടെന്ന് അങ്ങ് പറഞ്ഞു കൊടുക്കു നബിയേ എന്ന് അല്ലാഹു പറഞ്ഞില്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, നീ ഇങ്ങനെ ചിന്തിക്കുകയാ, നീ ഇങ്ങനെ കറങ്ങുകയാ, നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നീ പോവുകയാ, നീ ആർക്കോ വേണ്ടി സമ്പത്തുണ്ടാക്കുകയാ, നീ റബ്ബർ എസ്റ്റേറ്റ് കച്ചവടം ചെയ്യുകയാ, നീ ഇതാ പലിശയ്ക്ക് വേണ്ടി പണം എടുക്കുകയാ, നീ എന്തിനോ വേണ്ടി നീ കഷ്ടപ്പെട്ട് ഈ ദുനിയാവിൽ സമ്പത്തുണ്ടാക്കുമ്പോൾ നിന്നോട് അള്ള പറയുന്ന ഒരു വല്ലാത്ത മെസ്സേജ് ഉണ്ട്, നീ മരിക്കുമെന്നാണ്. നീ മരിക്കുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു മനുഷ്യൻ ഒരു ദിവസം 20 പ്രാവശ്യം മരണത്തെപ്പറ്റി ചിന്തിക്കണമെന്നാണ്. ഇന്ന് എത്ര പ്രാവശ്യം മരണത്തെപ്പറ്റി ചിന്തിച്ചു? മരിക്കുമെന്ന് നീ ചിന്തിച്ചു? ഞാൻ മരിച്ചു പോകേണ്ടവനാണെന്ന് നീ ചിന്തിച്ചു? ഞാൻ മരിച്ച് എന്നെ ആരുടെ മണ്ണിലേക്ക് കൊണ്ടുവെക്കേണ്ടവനാണെന്ന് ചിന്തിച്ചോ? ഞാൻ മരിച്ചു പോകേണ്ടവനാ. എന്റെ ഈ മക്കളൊക്കെ യതീമക്കളാകുന്ന ഒരു രംഗമുണ്ട്, എന്റെ ഭാര്യ വിധവയാകുന്ന രംഗമുണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെല്ലാം എന്നിൽ നിന്നും അകന്നു പോകുന്ന ഒരു രംഗമുണ്ട്. ചിന്തിച്ചിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ? ചിന്തിച്ചിട്ടുണ്ടോ എന്റെ സഹോദരിമാരെ? നിങ്ങൾ ചിന്തിച്ചോ? ഇന്നലെ ചിന്തിച്ചോ? അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ചിന്തിച്ചോ? എപ്പോഴാ നിന്റെ റൂഹ് പിടിക്കുന്നതെന്ന് നീ ചിന്തിച്ചോ? അല്ല പറയുന്നു, നിന്റെ റൂഹ് പിടിക്കുക തന്നെ ചെയ്യും. നിന്നെ അസ്റായീൽ വന്ന് നിന്റെ റൂഹ് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതിനെപ്പറ്റി നീ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണം മരണത്തെപ്പറ്റി. മരണത്തെപ്പറ്റി നമ്മൾ അറിയണം. ഞാൻ മരിച്ചു പോകേണ്ടുന്നവനാണ്. റഹ്മാനായ റബ്ബേ, മരിക്കുന്ന സന്ദർഭം കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. മരിക്കുന്ന സന്ദർഭം നെറ്റിത്തടം ഉയർത്തൊലിച്ച് റബ്ബേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് മരിക്കാൻ എന്റെ ബഹുമാനപ്പെട്ടവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്കേവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അറിയില്ലേ, അൻബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു കുന്നാ മാ റസൂലില്ലാഹ് ഫീ ജനാസ. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഒരു ജനാസയിലായിരുന്നു. ജലസാലാ ശഫീരിൽ ഖബർ. അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ ഖബറിന്റെ അരികിൽ വന്നിരുന്നു. ഖബറിന്റെ അരികിൽ വന്നിരുന്നിട്ട് ഫബകാ ഹത്താ ബല്ല ഫറാ.
അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് പൊട്ടിക്കരയുക, അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് പൊട്ടിക്കരയുക. അവിടെ കൂടുമുണ്ടായിരുന്നതായ സ്വഹാബാക്കളെ ഉണ്ടല്ലോ അങ്ങ് പൊട്ടിക്കരയിപ്പിക്കുകയാ, പൊട്ടിക്കരയിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരയുകയും ചെയ്യുന്നു. ഏതുവരെ? ഹത്താ ബല്ലസറ, മണ്ണുണ്ടല്ലോ മണ്ണ് നനയുന്നത് വരെ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്. ആ കണ്ണുനീര് ചാലിട്ടൊഴുകിയിട്ടുണ്ടല്ലോ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലുണ്ടായിരുന്ന മണ്ണ് നനഞ്ഞു എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ثم قال يا إخواني فأعدوا لمثل هذا. ഈ കിടക്കുന്ന മയ്യത്ത് കണ്ടോ, ഈ മയ്യത്ത് കൂട്ട് നീയും മരിക്കേണ്ടവനാണ്. ഈ മയ്യത്ത് കിടക്കുന്നത് പോലെ നീയും ചലനമറ്റ് കിടക്കുന്ന ഒരു ദിവസമുണ്ട്. നിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി കരയുന്ന ഒരു നിമിഷമുണ്ട്. നിന്റെ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് മരിക്കുന്നത്. അവിടുത്തെ നെടുന്തൂണാണ് മരിക്കുന്നതെങ്കിൽ അവിടെ കൊണ്ടുവരേണ്ട ഭക്ഷണം കൊണ്ടുവരാ വേണ്ടി കഷ്ടപ്പെടേണ്ട മനുഷ്യരാണ് മരിക്കുന്നതെങ്കിൽ അവന്റെ മക്കളുണ്ട്, സഹധർമ്മിണിയുണ്ട്. അവൻ മരിക്കുന്ന സന്ദർഭത്തിൽ സർവരും നിന്ന് പൊട്ടിക്കരയുകയാണ്. പക്ഷേ അവൻ ഒരിക്കലും തിരിച്ചു വരൂല, ഒരിക്കലും തിരിച്ചു വരൂല. ഇനി എത്ര കരഞ്ഞാലും എത്ര നിലവിളിച്ചാലും അവൻ തിരിച്ചു വരൂല. തിരിച്ചു വരാത്ത ഒരു മടക്കയാത്രയല്ലേ, പൊതിഞ്ഞുകൊണ്ട് മയ്യത്ത് പൊതിഞ്ഞുകൊണ്ട് പോകുന്ന ഒരവസ്ഥയില്ലേ. നിന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അങ്ങ് മരിച്ചു എന്ന് വിചാരിക്കുക. നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അങ്ങ് മരിച്ചാൽ നീ അങ്ങ് പൊട്ടിക്കരയില്ലേ? എനിക്കിനി ആര് എന്ന് ഓർത്തുകൊണ്ട് നീ പൊട്ടിക്കരയില്ലേ? പക്ഷേ ഈ പ്രിയപ്പെട്ട ഭർത്താവിന് ഒരിക്കലും തിരിച്ചു വരൂല. ഈ ഭർത്താവിന് ഒരിക്കലും ഒരിക്കലും തിരിച്ചു വരൂല. അവരുടെ മക്കളുണ്ടെങ്കിൽ പൊന്നുമക്കൾ കിടന്ന് പൊട്ടിക്കരയുന്നില്ലേ? ഈ വിനീതൻ അടുത്തൊരു മയ്യത്തിന് പങ്കെടുത്തു. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, പറക്കമുറ്റാത്ത മക്കൾ ഞങ്ങളിലുള്ളപ്പോൾ ഞങ്ങളുടെ റൂഹ് പിടിക്കല്ലേ റഹ്മാനേ. ഈ അടുത്ത് ഈ വിനീതൻ ഒരു മയ്യത്തിന് ആലപ്പുഴയിൽ പങ്കെടുത്തു. ആലപ്പുഴയിൽ പങ്കെടുത്തു മരിച്ചതോ ഒരു ചെറുപ്പക്കാരനാണ്. ചെറുപ്പക്കാരൻ മരിച്ചു കിടക്കുന്നു. മരിച്ചു കിടന്ന് മയ്യത്ത് പൊതിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനി ആരെങ്കിലും മയ്യത്ത് കാണാനുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുകയാ. ആരെങ്കിലും ഈ മയ്യത്തിന് ദർശിക്കാനുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്നു. വിളിച്ചു ചോദിക്കുമ്പോൾ വെച്ച് 3 മക്കൾ വരികയാ. 3 മക്കൾ ഇതാ അടുത്തേക്ക് വരികയാ. എങ്ങനത്തെ മക്കളെന്നറിയോ? 10ഉം 9ഉം 7ഉം വയസ്സുള്ള മക്കളാ അടുത്തേക്ക് വരുന്നത്. അവർ ഈ മയ്യത്തങ്ങ് കണ്ടപ്പോൾ, ഈ മയ്യത്തിനെ കണ്ടപ്പോൾ, പ്രിയപ്പെട്ട പിതാവിനെ കണ്ടപ്പോൾ അടുത്ത് വന്നിട്ട് ഈ ഉപ്പായ കെട്ടിപ്പിടിച്ചിട്ടങ്ങ് കരയുക. ഉപ്പായ കെട്ടിപ്പിടിച്ചിട്ടങ്ങ് കരയുമ്പോൾ കണ്ണിൽ നിന്നും കണ്ണുനീരുതിർന്നു വീഴുന്നു. ആരാ? അല്ലാഹ്. ഈ പ്രിയപ്പെട്ട പിതാവിന്റെ മുഖത്തേക്ക് കണ്ണുനീര് ചാരിട്ടൊഴുകുകയാ. ഈ കണ്ണുനീര് വീഴുമ്പോൾ അവിടെ കൂടിയ സർവരും കരയുകയാ. ഇനി ആരാ ഈ മക്കൾക്കുള്ളത്? ഈ മക്കൾ യതീമക്കളാവുകയാ, ഭാര്യ വിധവയാകുകയാ. ഒരു വീട്ടിലെ ഗൃഹനാഥൻ മരിച്ചു എന്ന് വെച്ചാൽ ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം, ഭാര്യയെ സംബന്ധിച്ചിടത്തോളം, സഹധർമ്മിണിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ നട്ടെല്ല് പൊട്ടിയതിന് തുല്യമാ, തുല്യമാ, തുല്യമാ. ആർക്കൊക്കെ എന്തൊക്കെ വിഷമമുണ്ടായാലും പ്രിയപ്പെട്ട സൈനുദ്ദീൻ മരിച്ചു എന്ന് കേട്ടാൽ ആ പെണ്ണിനെത്രയോ വിഷമമാ. ഷമീർ മരിച്ചു എന്ന് കേട്ടാൽ ആ പെണ്ണിനെത്രയോ വിഷമമാ. ഏത് പെണ്ണാ സഹിക്കുക? അവളുടെ നട്ടെല്ല് പൊട്ടിയതിന് തുല്യമല്ലേ? മരിക്കുമ്പോൾ ഭാര്യ വിധവയാകുന്നു, മക്കൾ യതീമക്കളാകുന്നു. അങ്ങനത്തെ ഒരു സുദിനം നിങ്ങളിൽ ഉണ്ടാവില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഈ ജനാസയെ ചൂണ്ടിയിട്ട് പൊട്ടി പൊട്ടി കരയുന്നു ഹബീബ്. ഇതുപോലത്തെ ഒരു രംഗം എന്നിലും വരും, നിങ്ങളിലും വരും, ഈ കാണുന്ന സർവ്വ മനുഷ്യരിലും വരുമെന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുമ്പോൾ, അല്ലാഹുവിന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തുമ്പോൾ, നീ മരിക്കില്ലേ പ്രിയപ്പെട്ടവരെ? നീ മരിക്കില്ലേ എന്റെ ചെറുപ്പക്കാരാ? ചെറുപ്പക്കാരാ, എന്തൊക്കെ പരിപാടി നീ നടത്തിയാലും അത് റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടിയാകുമ്പോൾ, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാകുമ്പോൾ, പൊന്നുമോനെ, പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടിയാ നീ ചെയ്തതെങ്കിൽ, അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാ നീ ചെയ്തതെങ്കിൽ, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാ നീ ചെയ്തതെങ്കിൽ നിന്റെ ഭാഗം സ്വർഗമല്ലേ? ഈ നാട്ടിലെ ചെറുപ്പക്കാരെ, ഇതിന്റെ സംഘാടകരെ അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഒഴുകുന്ന മക്കളാക്കി മാറ്റുമാറാകട്ടെ. എന്നാൽ മരണം നിന്നിലേക്ക് വരും, അസ്രായീൽ നിന്റെ അരികിലേക്ക് വരും. നിന്റെ അരികിലേക്ക് വന്ന് നിന്നെയും പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. ഇതാ പള്ളിയിൽ നിന്നും മുഅദ്ദിൻ സാഹിബ് വിളിച്ചു പറയും, നിന്റെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
പ്രാവശ്യമല്ല പറയണേ. വീണ്ടും പറയും, ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നിട്ട് പറയും, ഇന്ന ആളിന്റെ ഇന്ന മകൻ അല്ലെങ്കിൽ ഇന്ന ആളിന്റെ ഇന്ന മകള് മരണപ്പെട്ട വിവരം അറിയിച്ചു കൊള്ളുന്നു. അല്ലേ? പള്ളിയിൽ നിന്ന് തരുന്ന ഒരു വലിയൊരു സിഗ്നലാണ്. ബാങ്ക് ശ്രദ്ധിച്ചു കേട്ടില്ലെങ്കിലും, ഇഖാമത്ത് ശ്രദ്ധിച്ചു കേട്ടില്ലെങ്കിലും, ഉസ്താദിന്റെ പ്രസംഗം ശ്രദ്ധിച്ചു കേട്ടില്ലെങ്കിലും, ഇന്നാലില്ലാന്ന് ചുമ്മാ എന്ന് ഉസ്താദ് പറഞ്ഞാൽ, മുഅദ്ദിൻ സാഹിബ് എന്ന് പറഞ്ഞാൽ നല്ലോണം ശ്രദ്ധിച്ചു വെച്ചും ആരായി മരിച്ചു. ചില ആളുകൾ പറയും, അൽഹംദുലില്ലാഹ് ആ മരിച്ചത് നന്നായി, നമുക്കിനി അന്തസ്സാരോടെ ജീവിക്കാമല്ലോ. ചില ആൾ പറയും, എന്തോ ഒരു നല്ല മനുഷ്യനായിരുന്നു, മരണപ്പെട്ടു പോയല്ലോ, നമുക്കിനി ആരാണ് കൈത്താങ്ങായിട്ടുള്ളത്, എന്തോ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറയും. ചിലര് പറയും, മരിക്കണ്ടായിരുന്നില്ലേ, നമ്മുടെ കൂടെ ഒക്കെ മതിയായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. ഇങ്ങനെ പറയും. നമ്മളെ ഏത് ഗണത്തിൽ പറയും ആളുകൾ നമ്മൾ മരിക്കുമ്പോൾ? അല്ലാഹു അറിയില്ല. എന്തായാലും പള്ളിയിൽ നിന്നും ഒരു മെസ്സേജ് വരുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പണി എന്താ? അടുത്ത പണിയിലേക്ക് നമ്മൾ കടക്കും. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ബാക്കി പണി നമ്മൾ തീർക്കാൻ നോക്കും. മീൻ വെട്ടിക്കൊണ്ടിരുന്ന പെങ്ങളാണ് ഇന്നാലില്ല കേട്ടെങ്കിൽ മീൻ കണ്ടിച്ച് കറി വെക്കാൻ നോക്കും. ഉടനെ വിളിച്ച്, മച്ചാനെ ഇന്നാള് മരിച്ചു എന്ന് പറയും. ഗൾഫിലാണെങ്കിൽ ആ പേരും പറഞ്ഞ് ഇച്ചിരി നേരം സംസാരിക്കാമല്ലോ, ഇന്നാള് മരിച്ചെന്ന് പറയും. ഇനി നാട്ടിൽ കട നടത്തുന്ന ആളിന്റെ അടുക്കലാണെങ്കിൽ, ഈ ശബ്ദം കേൾക്കാത്ത ആളിന്റെ അടുക്കലാണെങ്കിൽ വിളിച്ചു പറയും, ഇന്നാള് മരിച്ചു കേട്ടോ, ഇന്നാള് മരിച്ചു, മയ്യത്തിന് പോകണ്ടേ, നീ ഒന്നൊരുങ്ങ്. മരണം വിളിച്ചു പറഞ്ഞത് സുബഹി സമയത്താണെങ്കിൽ, മരണം വിളിച്ചു പറഞ്ഞത് 10 മണിക്കാണെങ്കിൽ, എവളൊന്ന് ഒരുങ്ങി വരാൻ 12 മണി വേണം. ഇക്ക ഇങ്ങനെ ബുള്ളറ്റിൽ നിന്നും സഞ്ചരിച്ച് ഇങ്ങനെ വരികയാ. എവിടാ വരുന്നത്? മയ്യത്തിന് പോകാൻ വേണ്ടിയാ. മയ്യത്തിന് പോകാൻ നമ്മൾ ചില പെണ്ണുങ്ങളെ കാണാറുണ്ട്. മയ്യത്തിന് പോകുന്നത് എങ്ങനാ? മയ്യത്ത് കാണാൻ പോകുന്നത് സ്വർണക്കട ഇളകി വരുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട്. ചില ആണുങ്ങൾ നല്ല പൗഡറൊക്കെ പൂശി, നല്ല അത്തറൊക്കെ പൂശി, നല്ല ഗംഭീരമായിട്ട് ബുള്ളറ്റിനകത്ത് വരാറുണ്ട്. എവിടെയാ വരുന്നത്? മയ്യത്ത് കാണാനാ വരുന്നത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നീ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണേ. നീ ഒരുങ്ങിപ്പോകുന്നത് അബ്ദുൽ ഖാദിർ ഹാജിയുടെ മയ്യത്ത് കാണാനാണെങ്കിൽ, ഈ പോക്ക് പോയിട്ട് നീ തിരിച്ചു വരുമോ എന്ന് നിനക്ക് പറയാൻ പറ്റുമോ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നിന്റെ 2 ചെരുപ്പിന്റെ ബാറിനേക്കാൾ അടുത്താണ് നിന്നിൽ മരണം കിടക്കുന്നത്, നിന്നെ റൂഹ് പിടിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ചങ്ങാതിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? ചിലരുടെ നടത്തം കണ്ടാൽ ഞാൻ ഇനി മരിക്കൂല, ഞാൻ ഇനി ഒരിക്കലും മരിക്കൂല, ഈ ദുനിയാവിൽ എന്നെന്നും ഉണ്ടാകും, എന്നെന്നും ഉണ്ടാകും. ഭർത്താവ് ഗൾഫിൽ നിന്ന് വിളിക്കുമ്പോൾ മച്ചാനെ, ഇവിടെ മച്ചാനെ എന്നാണോ, ഇക്കാന്നാണോ, കാക്കാന്നാണോ, എന്ത് വിളിയാ? എന്താ വിളി? ഇക്കാക്ക മയങ്ങി വീഴും. ഇക്കാക്കോ, ഇക്കാക്കോ, ഇനി വരുമ്പോൾ ആ മുടിയൊന്ന് കറുപ്പിക്കുന്ന സാധനം കൊണ്ടുവരണേ, എന്റെ മെയ്യഴകന്ന് കൂട്ടുന്നതെന്ന് കൊണ്ടുവരണേ. സർവ്വതും വിളിച്ചു പറയുക. ഇക്കാക്ക പൊതിഞ്ഞു കെട്ടി ഇവിടെ കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവരുമ്പോഴോ വല്ലാത്ത രസമാണ്. ഇത്താത്തയുടെ മണം എല്ലാവർക്കും അറിയാനുള്ള സുഗന്ധമാണ്. ഈ സുഗന്ധം നാട്ടിൽ പാട്ടാണ്. എന്നാൽ ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന ഒരു രംഗമുണ്ട്. എന്തേ രംഗമെന്നറിയുമോ? ഒരു മനുഷ്യൻ ഒരു പെണ്ണുമായിട്ട്, സ്വന്തം ഭാര്യയുമായിട്ട് ഇതാ സല്ലപിക്കാൻ ഒരുങ്ങുമ്പോൾ, ഒരുമിക്കാൻ ഒരുങ്ങുമ്പോൾ അവളുടെ തുട വിളിച്ച് പറയുന്നതാ, എന്നെ തൊടല്ലേ,
ഞാൻ മറ്റൊരു പുരുഷനുമായി സമ്മേളിച്ചിട്ടുണ്ട് എന്നാ പെണ്ണിന്റെ തുട വിളിച്ച് പറയുമെന്നല്ലാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. വരാൻ പോകുന്നതേയുള്ളൂ, ഇനി കേൾക്കാൻ എത്ര കാര്യങ്ങളുണ്ട്. എന്നാൽ ഇങ്ങനെ വിളിച്ചു പറയുന്ന മയ്യത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഈ പ്രിയപ്പെട്ട പെങ്ങളുണ്ടല്ലോ, അത്തിറുപൂശി പൗഡർ ഇട്ട് അതിന്റെ പുറത്ത് തൈലം തേച്ച് വേണ്ട സർവ്വതും ഒരുങ്ങി വരുമ്പോൾ മയ്യത്തും മടക്കും, മൂന്നാം പാത്തിയും കഴിയും, സർവ്വതും കഴിയും. എന്നാൽ എന്റെ പെങ്ങളെ നീ ഒന്ന് ചിന്തിക്ക്, നീ മരണത്തെ പറ്റി ഒന്നോർക്ക്. ഞാൻ മരിക്കുമെന്നൊന്ന് ചിന്തിക്ക്. ഞാൻ മരിക്കുമ്പോൾ എന്റെ മക്കൾ അനാഥയാകും. ഞാൻ മരിക്കുമ്പോൾ എന്റെ മക്കൾ അനാഥയാകും. ഞാൻ മരിക്കുമ്പോൾ എന്റെ മക്കളെ ആരാ നോക്കുന്നതെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹുവേ, പടച്ചറബേ, ഞങ്ങളുടെ മക്കളെ നീ റഹ്മാനെ യതീമുകളാക്കല്ല അല്ലാ. റഹ്മാനെ, ഞങ്ങളുടെ ഭാര്യമാരെ നീ വിധവകളാക്കല്ല അല്ലാ. ബിഹഖി മുഹമ്മദിൻ വഅലിഹിൽ അബ്റാർ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ ഒന്ന് ചിന്തിക്ക്. ഈ ദുനിയാവിൽ നിന്നും നീ പോകേണ്ടതാണ്. ഇങ്ങനെ പള്ളിയിൽ നിന്നും വിളിച്ചു പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ വണ്ടിക്ക് ഫോൺ ചെയ്യണം. നമ്മളൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ വണ്ടി വിളിച്ച് നമ്മൾ പറയണം. കാറ് വേണമെങ്കിൽ ടാക്സിക്കാറുകാരനെ വിളിക്കണം. അതുപോലെ ഓട്ടോ വേണമെങ്കിൽ ഓട്ടോക്കാരന്റെ നമ്പറിൽ കുത്തണം. എന്നാൽ ഓട്ടോക്കാരന്റെ നമ്പറിൽ കുത്താതെ നിന്റെ വീട്ടിലേക്കൊരു വാഹനം വരുന്നുണ്ട്. ആ വാഹനത്തിനുണ്ടല്ലോ 4 കാലുള്ള വാഹനമാ, അതിനകത്തൊരാളെ കയറ്റാനുണ്ട്. ആ വീട്ടിലേക്ക് വരുന്ന നിമിഷം ഇതാ കോളില്ലാതെ ഫോൺ ചെയ്യാതെ വരുന്ന ഒരു വാഹനം, അതേതാ സന്തൂക്ക് കെട്ടിലാണ്. സന്തൂക്ക് കെട്ടിൽ നിന്റെ വീട്ടിലേക്ക് വരും. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നീ ഒന്ന് ചിന്തിക്കുക. നിന്നെ മയ്യത്ത് കുളിപ്പിക്കും. നിന്നെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് വെള്ളയിൽ പൊതിഞ്ഞു നിന്നെ ഇതാ സന്തൂക്കിൽ വെക്കും. സന്തൂക്കിൽ വെച്ചിട്ടുണ്ടല്ലോ, ഇതിനകത്ത് ഇങ്ങനെ കൊണ്ടുപോകും. സന്തൂക്ക് കെട്ടിലെന്ന് പറഞ്ഞ സുന്ദരമായ വാഹനം. ആ വാഹനത്തിലൊന്ന് തിരിയാനോ കഴിയില്ല. ഞാൻ വന്ന വാഹനത്തിലൊന്ന് തിരിയാൻ പറ്റും. ഞാൻ വന്ന വാഹനത്തിലൊന്ന് ചാരിയിരിക്കാൻ പറ്റും. ഈ വാഹനത്തിൽ ചാരാൻ കഴിയില്ല. ഈ വാഹനത്തിലൊന്ന് തിരിയാനോ പിരിയാനോ പറ്റാത്ത ഒരു വല്ലാത്ത വാഹനവുമായിട്ട് കൊണ്ടുപോകും. 4 തോളിലേറ്റി കൊണ്ടുപോകും. അതുകൊണ്ടല്ലേ കവി പറഞ്ഞത്, കൊഞ്ചി കൊഞ്ചി 4 കാൽ, കൊഞ്ചലി വിട്ടാൽ 2 കാൽ, അവിടം വിട്ടാൽ 3 കാൽ, ആട്ടം വിട്ടാൽ 6 കാൽ. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന പിഞ്ചു കുഞ്ഞ്, 2 കൈയും 2 കാലും മുറുകെ പിടിച്ചു കൊണ്ടുവരുന്ന കുഞ്ഞ്, ഇഴഞ്ഞിഴഞ്ഞ് നടക്കുന്ന കുഞ്ഞ്, കുറച്ച് കഴിയുമ്പോൾ 2 കാലിൽ നടക്കുന്ന കുഞ്ഞ്. ആ കുറച്ചു നാൾ കഴിയുമ്പോൾ 2 കാലിൽ നടന്നിട്ട് ആ 2 കാലിന്റെ ബാലൻസ് തെറ്റുമ്പോൾ കൊഞ്ചി കൊഞ്ചി 4 കാൽ, കൊഞ്ചലി വിട്ടാൽ 2 കാൽ, അവിടം വിട്ടാൽ 3 കാൽ. ഇനി നടക്കണമെങ്കിൽ, ഈ കാല് കൊണ്ട് ഇനി ഒന്ന് നടക്കണമെങ്കിൽ എന്ത് വേണം? ഒരു വടി വേണം. ഒരു വടിയില്ലാതെ നടക്കാൻ കഴിയില്ല. ഈ വടി കൊണ്ടേ നടക്കാൻ കഴിയുള്ളൂ. അവിടം കഴിഞ്ഞാൽ ആട്ടം വിട്ടാൽ 6 കാൽ. ഈ ദുനിയാവ് മുഴുവനും സഞ്ചരിച്ചു. ഈ ദുനിയാവിൽ ഭാര്യ പറഞ്ഞത് സർവ്വതും നീ വാങ്ങിച്ചു കൊടുത്തില്ലേ ചെറുപ്പക്കാരാ? ഭാര്യ ആവശ്യപ്പെട്ട എത്ര കാര്യം നീ വാങ്ങിച്ചു കൊടുത്തു. വാങ്ങിച്ചു കൊടുക്കേണ്ടത് തന്നെയാ, നീ വാങ്ങിച്ചു കൊടുത്തു. നീ എത്ര കാര്യങ്ങൾ ഗൾഫിൽ നിൽക്കുന്ന ഭർത്താവിനെ വിളിച്ചു പറയുമ്പോഴും, സിംഗപ്പൂർ ജോലി ചെയ്യുന്ന ഭർത്താവിനെ വിളിച്ചു പറയുമ്പോഴും, കോഴിക്കോട് ജോലി ചെയ്യുന്ന ഭർത്താവിനെ വിളിച്ചു പറയുമ്പോഴും, ഭർത്താവ് കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് നിന്ന് വരുമ്പോൾ കോഴിക്കോട് അലിവ കൊണ്ടുവരണേ, അതുപോലെ കോഴിക്കോട് അത്തർ കൊണ്ടുവരണേ, കോഴിക്കോട് എന്ന് വേണ്ട കോഴിക്കോടിനോട് ബന്ധപ്പെടുത്തി സർവ്വതും പറയുമ്പോൾ ഇതും കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടു കൊടുക്കും. പക്ഷേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ ഒരു പ്രാവശ്യമെങ്കിലും നിന്റെ പെണ്ണിനോട് പറഞ്ഞോ? നിന്റെ പെണ്ണിനോട് ഒരു പ്രാവശ്യമെങ്കിലും നീ പറഞ്ഞോ? നീ ഒന്ന് തലമറയ്ക്കണേ പെങ്ങളെ. എന്റെ സഹധർമ്മിണി, നീ ഒന്ന് തലമറയ്ക്കണേ. എന്റെ സഹധർമ്മിണി, നീ ഒന്ന് പർദ്ദ ധരിക്കണേ. എന്റെ സഹധർമ്മിണി, ഞാൻ കൊണ്ടുവരുന്ന നല്ല ഒരു പർദ്ദയുണ്ട്, ഈ പർദ്ദയൊന്നിടണേ. പർദ്ദ വേണ്ടയ്ക്ക, പർദ്ദ ഇടുന്ന വലിയ ബുദ്ധിമുട്ട്, ഭയങ്കര ചൂടാണ് ഇപ്പോൾ. പർദ്ദ വേണ്ടയ്ക്ക എന്ന് പറയുമ്പോഴും നീ ഒന്ന് പർദ്ദയിടണേ. ഞാൻ കൊണ്ടുവരുന്ന പർദ്ദയിൽ നീ ശൈപ്പടിക്കല്ലേ. നീ ശൈപ്പടിക്കാത്ത പർദ്ദ നീ ഒന്നിടണേ എന്ന് പറഞ്ഞൊക്കെ നിന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? നീ പർദ്ദ ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? തലമുടിയൊന്ന് മറയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ നീ ഒന്ന് ഒളുവെടുത്ത് വാ, എനിക്ക് ജമാഅത്തിന് പള്ളിയിൽ പോകാൻ കഴിഞ്ഞില്ല, ഒന്ന് ഒളുവെടുത്ത് വാ, ഒന്ന് ഒളുവെടുത്ത് വാ, നമുക്ക് ജമാഅത്തായി നിസ്കരിക്കാമെന്നെ ചെറുപ്പക്കാരാ. ഒരു നിമിഷമെങ്കിലും നീ പറഞ്ഞോ? ഒളുവെടുത്തുകൊണ്ടെന്ന് വാ. എന്റെ പെങ്ങളെ, നീ നിന്റെ ഭർത്താവിനോട് പറഞ്ഞോ? എന്റെ കാക്ക ഒന്ന് ഒളുവെടുത്തോണ്ട്
കൊണ്ടുവാ, നമുക്കൊന്ന് ജമാഅത്തായി നിസ്കരിക്കാം. ഇക്കായുടെ സുന്ദരമായ ശബ്ദമൊന്ന് ഞാനൊന്ന് കേൾക്കട്ടെ. ഇക്കയുടെ സുന്ദരമായ ശബ്ദം കേട്ടിട്ട് ഞാൻ അതിലൊന്ന് മുഴുകട്ടെ. ഞാൻ ഇക്കാക്കയുടെ ശബ്ദമൊന്ന് കേൾക്കട്ടെ. ഇക്കാക്കയുടെ സുബ്ഹാനല്ലാഹ് ഞാനൊന്ന് കേൾക്കട്ടെ. ഇക്കാക്കയുടെ ബിസ്മി ഞാനൊന്ന് കേൾക്കട്ടെ. ഇക്കാക്കയുടെ ഫാത്തിഹ ഞാനൊന്ന് കേൾക്കട്ടെ. ഇക്കാക്ക ഒന്ന് ഇമാമത്ത് നിൽക്ക് എന്ന് എന്റെ പെങ്ങളെ ഒരു നിമിഷമെങ്കിലും നിന്റെ ഭർത്താവിനോട് നീ പറഞ്ഞോ? ഭർത്താവേ, ഒരു നിമിഷമെങ്കിലും നിന്റെ പെണ്ണിനോട് പറഞ്ഞോ, നീ നുണ പറയരുത് എന്ന്, നീ കളവ് പറയരുത് എന്ന്. അല്ലാഹുവിന്റെ റസൂല് കള്ളം ഇഷ്ടപ്പെടില്ല എന്ന് നീ പറഞ്ഞിരുന്നോ? എന്നാൽ പറഞ്ഞിരുന്നില്ല എങ്കിൽ നാളെ അവിടെ ചെല്ലുമ്പോൾ ഇതൊക്കെ എന്തിനു വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് നിന്നോട് ചോദിക്കാതെ ഈ ചോദ്യങ്ങൾ നിന്നോട് ചോദിക്കും. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ കാത്തിരക്ഷിക്കട്ടെ, കാത്തിരക്ഷിക്കട്ടെ. നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ സഹധർമ്മിണിമാരെയും കാത്തിരക്ഷിക്കട്ടെ. എന്റെ ബഹുമാനപ്പെട്ട മനുഷ്യ, ചിന്തിക്ക്. എന്റെ വീട്ടിൽ സന്തോക്ക് വന്ന് 4 തോളിലേറ്റിയിട്ടിതാ ആ മയ്യത്ത് കൊണ്ടുപോവുകയാ. അവിടെ നിന്നൊരു ശബ്ദം മുതിർന്നു വീഴുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പൊന്നുമോന് ഇതുവരെ അങ്ങനെ ദിക്ർ പറഞ്ഞിട്ടുണ്ടാവൂല, ഇത്രയും വിഷമത്തിൽ ഇങ്ങനെ ദിക്ർ പറഞ്ഞിട്ടുണ്ടാകൂല. കാരണം മരിച്ചതാരാ? എന്റെ പ്രിയപ്പെട്ട ഉമ്മയാ. ആരായി മരിച്ചിട്ട് ഈ സന്തോഷത്തിലിട്ട് കൊണ്ടുപോകുന്നത്? എന്റെ പ്രിയപ്പെട്ട പിതാവാ. എന്റെ ബഹുമാനപ്പെട്ടവരെ, ചിന്തിക്ക്. ഈ വിനീതന്റെ ജ്യേഷ്ഠ സഹോദരൻ മരണപ്പെട്ടിട്ട് 1 വർഷവും 2 മാസവുമായി. ആ സഹോദരൻ മരണപ്പെട്ടപ്പോൾ വിങ്ങിപ്പൊട്ടി ദിക്ർ പറയുന്നു. എന്റെ പ്രിയപ്പെട്ട പിതാവ് മുന്നിൽ നിന്നും എനിക്ക് ദിക്ർ പറയാൻ പറ്റുന്നില്ല. എന്റെ നാവുണ്ടല്ലോ കുഴയുകയാ, എന്റെ ചുണ്ടുകൾ വിതുമ്പുകയാ, ദിക്റിങ്ങനെ പറയുക. പക്ഷേ ദിക്ർ എനിക്ക് മുഴിപ്പിക്കാൻ കഴിയുന്നില്ല. കാരണം എന്റെ പ്രിയപ്പെട്ട എന്റെ ജ്യേഷ്ഠ സഹോദരൻ, എന്റെ എല്ലാമായിരുന്നു എന്റെ ജ്യേഷ്ഠ സഹോദരൻ, എന്നോടൊപ്പം ഈ സദസ്സിൽ വരണ്ട എന്റെ ജ്യേഷ്ഠ സഹോദരൻ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന എന്റെ ജ്യേഷ്ഠ സഹോദരൻ. ആ ജ്യേഷ്ഠ സഹോദരൻ ഒരു സന്ദർഭത്തിൽ അങ്ങ് മരണപ്പെട്ടു പോയി. എന്റെ നെടുന്തൂണായിരുന്ന എന്റെ ജ്യേഷ്ഠ സഹോദരൻ മരണപ്പെട്ടു എന്ന വാർത്ത വിളിച്ചു പറഞ്ഞപ്പോൾ റഹ്മാനായ റബ്ബേ, സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? അവന്റെ 2 മക്കളുണ്ടല്ലോ. ജ്യേഷ്ഠ സഹോദരന്റെ 2 മക്കൾ യതീമായി, ഭാര്യയുണ്ടല്ലോ, അവര് വിധവയായി. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ ഖബറിടം നീ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കണേ അല്ലാഹുവേ. അവരുടെ മണ്ണറകൾ മണിയറയാക്കി പരിപോഷിപ്പിക്കണേ റഹ്മാനേ. എന്റെ ബഹുമാനപ്പെട്ടവരെ, അങ്ങനെ നിന്നെ സന്തൂക്കിലിട്ട് 4 തോളിലേറ്റ് നിന്നെ കൊണ്ടുപോയി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് പള്ളിയിലേക്ക് കൊണ്ടുവച്ച് മയ്യത്തുണ്ടല്ലോ, മയ്യത്തടക്കാൻ വേണ്ടി 6 അടി മണ്ണിലേക്ക് നിന്നെ കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. നീ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു രംഗം തൽക്കീൻ ഓതാൻ പോകുന്നതിന് മുമ്പ് തസ്ബീത്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. ഇതാ ഖബറിന്റെ അരികിൽ നിൽക്കുന്ന, ചാരത്ത് നിൽക്കുന്നവര് തസ്ബീത്ത് ഏറ്റു പറയുന്നു. ഒരു സംഘം ആളുകൾ ഭാഗ്യക്കുറിയെ പറ്റി പറയുന്നു, ഒരു സംഘം ആളുകൾ പലിശയെ പറ്റി പറയുന്നു, ഒരു സംഘം ആളുകൾ ഇയാളെ പറ്റി ഈബത്ത് പറയുന്നു, ഒരു സംഘം ആളുകൾ ഇയാളെ പറ്റി നമീമത്ത് പറയുന്നു. അങ്ങനത്തെ ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിലുണ്ടല്ലോ ആ ഖബറാ മനുഷ്യനോട് വിളിച്ചു പറയുന്ന ഒരു രംഗമുണ്ട്. ആ ഖബറാ മനുഷ്യനോട് വിളിച്ചു പറയുന്ന രംഗമുണ്ട്. ഖബറെന്താ വിളിച്ചു പറയുന്നതെന്നറിയോ? അൻജാബിരിൻ റളിയല്ലാഹു ഇന്നലിൽ ഖബരി ലിസാനാ യൻദികു ബിഹി യഖൂലു യബ്ന ആദം കൈഫ നസീതനി അലം തഅലം അന്നി ബൈത്തുൽ വഹ്ശാ ഫബൈത്തുൽ ലീക്. ഖബർ വിളിച്ചു പറയുന്ന ഒരു രംഗമുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുക, ഇന്നലിൽ ഖബരി ലിസാന, ഖബറിനൊരു നാവുണ്ട്, ഖബറിനൊരു സംസാര ശേഷിയുണ്ട്. ഈ കൊണ്ടുവെക്കുന്ന മയ്യത്തിനോട് ഖബർ വല്ലാതെ അങ്ങ് സംസാരിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട മനുഷ്യ, നീയൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. ഈ മയ്യത്തങ്ങ് കൊണ്ടുവെച്ച് കഴിയുമ്പോൾ ഖബറിലേക്ക് അടക്കി പിരിയുന്നതിന് മുന്നോടിയായി ഖബറിതാ സംസാരിക്കുന്നു ഈ മനുഷ്യനോട്. എന്താ സംസാരിക്കുന്നതെന്നറിയോ? എന്താ ഖബർ സംസാരിക്കുന്നതെന്നറിയുമോ? യബ്നാദം, ഓ ആദമിന്റെ പൊന്നുമോനെ, അനസീതനീ, എന്നെ നീ മറന്നോ പൊന്നുമോനെ? അലം തഅലമീ, നിനക്കറിയില്ലയോ എന്നെ? നിനക്കറിയില്ലയോ
എന്നെ നിനക്കറിയില്ലയോ? ആരാ വിളിച്ചു പറയുന്നത്? ഖബറാ വിളിച്ചു പറയുന്നത്, ഖബറാ വിളിച്ചു പറയുന്നത്. എന്നെ അറിയില്ലയോ? എന്നെ അറിയില്ലയോ? അന്നീ ബൈത്തുൽ വഹിഷ, ഞാൻ കാടിന്റെ വീടാണ്, ഞാൻ കാടിന്റെ വീടാണ്. വന്നീ ബൈത്തുൽ ഉർബ, ഞാൻ ഏകാന്തതയുടെ വീടാണ്, ഞാൻ പരദേശിയുടെ വീടാണ്. നീ ദുനിയാവിൽ വെച്ച് വിധവകളെ സംരക്ഷിച്ച മനുഷ്യനായിരുന്നെങ്കിൽ, നീ ദുനിയാവിൽ വെച്ച് യതീമക്കളെ തലോടിയ മനുഷ്യനായിരുന്നെങ്കിൽ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ ഹബീബുമായിട്ട് ബന്ധമുണ്ടായ സഹോദരനായിരുന്നെങ്കിൽ, ആ ഖബർ വിളിച്ചു പറയുന്നത് എന്തേ? ഫൈൻ കുന്ത ഫീ ഹയാതിക മുതിയാ ഫഖുൽതുൽ യൗം അലൈക റഹ്മാ. ഇന്നേ ദിവസം ആ ഖബറിനോട് ഞാൻ പറയും, എന്തേ? റഹ്മത്ത് ചൊരിക്കണേ അല്ലാ, ഈ മനുഷ്യന് റഹ്മത്ത് ചൊരിക്കണേ അല്ലാ, ഈ പ്രിയപ്പെട്ട പെങ്ങൾക്ക് റഹ്മത്ത് ചൊരിക്കണേ അല്ലാ. ഫൈൻ കുന്ത ഫീ ഹയാതിക ആസിയ, നീ ദുനിയാവിൽ വെച്ച് പാപിയായിരുന്നെങ്കിൽ, നീ ദുനിയാവിൽ വെച്ച് പാപം ചെയ്തവനായിരുന്നെങ്കിൽ, നീ ദുനിയാവിൽ വെച്ച് പടച്ചവനെ വഴിപ്പെടാത്തവനായിരുന്നെങ്കിൽ, നീ ദുനിയാവിൽ വെച്ച് അല്ലാഹുവുമായിട്ട് പുലബന്ധമുണ്ടായിരുന്നവനല്ലായിരുന്നെങ്കിൽ, നീ ദുനിയാവിൽ വെച്ച് ശഅബാൻ മാസത്തിലാ നമ്മളുള്ളത്. ശഅബാൻ മാസം എത്ര കടന്നു വന്നു, എത്ര റജബ് കടന്നു വന്നു, എത്ര റമദാൻ കടന്നു വന്നു. ഈ റമദാനും ശഅബാനും ഒക്കെ കടന്നു വന്നിട്ട് ഈ ശഅബാനെയും റമദാനെയും ഒക്കെ നീ പുറങ്കാല് കൊണ്ട് തെള്ളിയടിച്ചവനാണെങ്കിൽ, ഞാൻ ഇന്നേ ദിവസം ഈ ഖബറിനോട് പറയുന്നത് എന്തെന്നറിയോ? റഹ്മാനായ റബ്ബേ, ഇവന് നീ റഹ്മത്ത് ചൊരിക്കല്ലേ അല്ലാ, ഇവന് നീ യാതൊരു വിധ അനുഗ്രഹവും ചൊരിക്കല്ലേ റഹ്മാനെ. ഖബർ പിന്നെയും പറയുന്ന എന്തെന്നറിയുമോ? അന ബൈത്തുല്ലദീ ദഖലനീ മുതിആ ഖറജ മഫ്റൂഹാ. പടച്ച റബ്ബിനെ പേടിച്ച് ഭയന്നുകൊണ്ട് എന്നിലേക്ക് കടന്നവനുണ്ടല്ലോ, അവൻ ഈ ഖബറിൽ നിന്നും പുറപ്പെട്ടു പോകുന്നത് സന്തോഷവാനായിട്ടാ പുറത്തു പോകുന്നത്, സുന്ദരനായിട്ടാ തിരിച്ചു പോകുന്നത്. അതല്ല ഈ ദുനിയാവിൽ ആസിയ, ഇനി ഒരു മനുഷ്യൻ പാപത്തിൽ കുളിർന്നതായിട്ടാണ് ഈ ഖബറിലേക്ക് എത്തിയതെങ്കിൽ, ഈ ഖബറിലേക്ക് വന്നത് കള്ളുകുടിച്ചു വണ്ടി ഓടിച്ചു പോയപ്പോൾ മരണപ്പെട്ടവനായിട്ടാണെങ്കിൽ, ഈ ദുനിയാവിൽ വെച്ചിട്ട് റബ്ബുമായിട്ട് അടുപ്പമില്ലാത്തവനായിട്ടാണ് ഈ ഖബറിലേക്ക് കടന്നു വന്നതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ആ ഖബർ പറയുന്ന വിഷയം എന്താ? അല്ലാഹുവിനോട് പറയുന്നത് എന്താ? പടച്ചവനെ, എവനെ ശിക്ഷിക്കണേ, എവനെ ശിക്ഷിക്കണേ എന്ന് മാത്രമല്ല ഖറജ മിന്നീ സുബൂറാ. പാപിയായിട്ട് കടന്നു വന്നവൻ ദോഷിയായിട്ട് തന്നെയാ മടങ്ങിപ്പോകുന്നത്. അങ്ങനത്തെ ഒരവസ്ഥയുണ്ട്. ഖബറിലേക്ക് കൊണ്ടുവെക്കുന്ന ഒരവസ്ഥയുണ്ട്. ആ ഖബറിന്റെ 6 അടി മണ്ണിലേക്ക് കൊണ്ടുവെക്കുന്ന ഒരു നിമിഷമുണ്ട്. റഹ്മാനായ റബ്ബേ, ഈ വിനീതനെയും കൊണ്ടുവെക്കും, നിങ്ങളെയും കൊണ്ടുവെക്കുന്ന ഒരവസ്ഥയുണ്ട്. റഹ്മാനെ, നല്ല നിലയിൽ നിന്നും ഖബറിൽ നിന്നും രക്ഷപ്പെടാൻ, ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ, ഖബറിന്റെ ഉള്ളറയിൽ രക്ഷപ്പെടാൻ, ഖബറിന്റെ ഉള്ളിൽ വെളിച്ചമുണ്ടാകാൻ, അല്ലാഹുവേ നീയുമായിട്ടടുക്കുന്ന ഒരു ജീവിതം ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. നീയുമായിട്ട് ആത്മബന്ധമുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മളേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ കാണുന്ന സ്വത്തുക്കളും ഈ കാണുന്ന ആഡംബര ജീവിതങ്ങളെല്ലാം ഒഴിഞ്ഞിട്ട് 3 കഷണം വെള്ളയിൽ പൊതിഞ്ഞ് കൊണ്ടുപോകുന്ന ഒരു നിമിഷമുണ്ട്. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം സുന്ദരമായ നിമിഷമാണ്. എന്നാൽ ഒരു ദോഷിയെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം വളരെ അവന് വെറുപ്പുണ്ടാകുന്ന ഒരു ദിവസമാണ്. എന്തായാലും ഈ ദുനിയാവിൽ 3 കഷണം വെള്ളയിൽ പൊതിഞ്ഞ് പോകുന്ന ഒരവസ്ഥ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. എന്നാൽ എന്റെ ബഹുമാനപ്പെട്ടവർ ചിന്തിക്കുക, ഖബറിൽ കൊണ്ടുവെക്കുന്ന സന്ദർഭത്തിൽ ഒരു വല്ലാത്ത ഞെരുക്കമുണ്ട്. ഖബറിൽ ഞെരുക്കാത്ത ആരും തന്നെ ഇല്ല. എല്ലാവരുടെയും ഖബർ ഞെരുക്കുന്ന, എത്ര ഇനി വലിയ ഗോത്രത്തിൽപ്പെട്ടവനാണെങ്കിലും, എത്ര വലിയ പോലീശുള്ളവരാണെങ്കിലും ഖബറിന്റെ ഡ്യൂട്ടി സാധാരണ ചെയ്യലുണ്ട്. അതുകൊണ്ട് ഖബറിന്റെ ഞെരുക്കം ഉണ്ട്, ഖബറിൽ ഇടുക്കമുണ്ട്. ഖബറിന്റെ ഞെരുക്കത്തെ പറ്റി പറയണോ? ജസ്റ്റ് ചോദിക്കുക, ഖബറിന്റെ ഞെരുക്കത്തെ പറ്റി പറയണോ? ഉറക്കം ആരെങ്കിലും വരുന്നുണ്ടോ? ഖബറിന്റെ ഞെരുക്കത്തെ പറ്റി പറയണോ? പറയണോ? കൈവക്കി. ഖബറിന്റെ ഞെരുക്കത്തെ പറ്റി പറയണോ? റഹ്മാനായ റബ്ബേ, പാണക്കാട് ശിഹാബ് തങ്ങൾ ഒരു സദസ്സിൽ ചോദിച്ചപ്പോൾ എല്ലാവരും കൈവക്കിയതുപോലെ അതുപോലത്തെ ഒരു കൈവക്ക കണ്ടത്. റഹ്മാനായ റബ്ബേ, പാണക്കാട് ശിഹാബ് തങ്ങളെ ഖബറിടം റബ്ബേ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കളെ റഹ്മാനെ, അതുപോലത്തെ ഒരു സദസ്സാ കണ്ടത്.
അപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിൽ ഞെരുക്കമുണ്ട്. ആരെയും വെറുതെ വിടൂല. ഖബറിന്റെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടേയിരിക്കും. അതാരാണെങ്കിലും വേണ്ടൂല. അറിയില്ലേ, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കൊണ്ടുവച്ചിട്ട് ഖബറിനോട് പറഞ്ഞില്ല, ഖബറേ ഇതാരെന്നറിയുമോ? ഇത് ഹബീബായ മുത്തുനബിയുടെ മകളാണ്. ഇത് ആരെന്നറിയുമോ ഖബറേ? ഇത് ഹബീബായ മുത്തുനബിയുടെ മകളാണ്. അതും കൊണ്ടൊന്ന് പരിഗണിക്കണേ. ഇതാരെന്നറിയുമോ? വീണ്ടും പറയുകയാണ്. ആരാ പറയുന്നത്? അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നത്. എവിടെ വെച്ചിട്ടാ? ജന്നത്തുൽ ബഖീൽ വെച്ചിട്ടാണ് പറയുന്നത്. ഇതാരെന്നറിയുമോ? ഇതുണ്ടല്ലോ, ഹാദിഹി ബിന്തു മുഹമ്മദ് വസൗജു അലിൻ. ഇത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പൊന്നുമോളാൻ. മാത്രമല്ല അലിയുൽ മുർത്തളയുടെ സഹധർമ്മിണിയാണ്. മാത്രമല്ല ഉമ്മുൽ ഹസനി വൽ ഹുസൈൻ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ ഉമ്മയാണ്, മാതാവാണ്. അതും കൊണ്ട് ഖബറേ ഒരു പരിഗണന ഈ ഉമ്മയ്ക്ക് കൊടുക്കണേ. ഒരു പരിഗണന ഈ സ്ത്രീക്ക് കൊടുക്കണേ. ഒരു പരിഗണന ഈ ഫാത്തിമയ്ക്ക് കൊടുക്കണേ. ഇന്നെല്ലടവും ഫാത്തിമയാണ്. ഫാത്തിമ, കണ്ണുള്ള ഫാത്തിമ, അഴകുള്ള ഫാത്തിമ, അറിയാത്ത ഫാത്തിമ, നൊമ്പരുന്ന ഫാത്തിമ, ചിരിക്കുന്ന ഫാത്തിമ. എവിടെയും അങ്ങാടിയിൽ ഫാത്തിമമാരുടെ ബഹളമാണ്. പക്ഷേ ഹബീബി വറൂഹി മുഹമ്മദ് മുസ്തഫ, എന്റെ ഹബീബായ മുത്തുനബിയുടെ മകളുടെ അത്രയും പോരിശയുള്ള ഫാത്തിമമാര് ആൽബത്തിൽ ഫാത്തിമയുണ്ട്. മൊഞ്ചുള്ള ഫാത്തിമ, അഴകുള്ള ഫാത്തിമ, തിന്നുന്ന ഫാത്തിമ, ഉറങ്ങുന്ന ഫാത്തിമ. എത്ര ഫാത്തിമമാർ! എന്നാൽ ഹബീബിന്റെ മകളുടെ അത്രയും പോരിശയുള്ള ഫാത്തിമമാരാരാ? അതും കൊണ്ടാണ് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്തേ? ഇതാരെന്നറിയുമോ? ഹബീബായ മുത്തുനബിയുടെ പൊന്നുമോള, ഒന്ന് പരിഗണിക്കണേ. മാത്രമല്ല ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ ഉമ്മയാ, പരിഗണിക്കണേ. മാത്രമല്ല അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹധർമ്മിണിയാ, പരിഗണിക്കണേ. ആരെയൊക്കെ ചേർത്തായി പറയുന്നത് അബൂദർ ഗിഫാരി? എല്ലാവരെയും പറ്റി പറഞ്ഞിട്ടാ പറഞ്ഞത്. ഖബറേ ഒന്ന് പരിഗണിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഖബർ പറയുകയാണ്, ഞാൻ കുടുംബ പാരമ്പര്യത്തിന്റെ ആളല്ല, ഞാൻ അസബയുടെ ആളല്ല. എന്നിലേക്ക് വരുന്നവർ സ്വാലിഹായ അമൽ ചെയ്തിട്ടുണ്ടോ? എന്നിലേക്ക് വരുന്നവർ അല്ലാഹുവുമായിട്ട് അടുത്തിട്ടുണ്ടോ? എന്നിലേക്ക് വരുന്നവർ ആരാ? പടച്ച റബ്ബുമായി അടുത്തവരാ. എന്നിലേക്ക് വന്നവർ സ്വാലിഹായ അമൽ ചെയ്തവരാണ്. എന്നിലേക്ക് വന്നവർ ആരാ? സ്വാലിഹ്. അസ്സാലിഹു മൻ അദ്ദ ഹുഖൂഖല്ലാഹ് വഹുഖൂഖൽ ഇബാദ്. ആരാണ് സ്വാലിഹ്? സ്വാലിഹാക്കണേ അല്ലാ എന്ന് പറയാറുണ്ട്. ആരാണ് സ്വാലിഹ്? അല്ലാഹുവിന്റെ ബാധ്യതകൾ വീടിയവരാ. മൻ അദ്ദ ഹുഖൂഖല്ലാഹ്, അല്ലാഹുവിന്റെ ബാധ്യതകൾ വീടിയവരാ. ഹുഖൂഖൽ ഇബാദ്, അതുപോലെ സൃഷ്ടികളുമായിട്ടുള്ള ബാധ്യതകൾ വീടിയവരാ. മൂത്തവരെ ബഹുമാനിച്ചവരാ, ഇളയവരോട് കരുണ കാണിച്ചവരാ, ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുത്തവരാ. എന്നും പോയിട്ട് നീ ആട്ടിറച്ചി കൂട്ടി നീ ഭക്ഷണം കഴിക്കാറുണ്ട്. പക്ഷേ എങ്കിൽ മാസത്തിൽ ഒരു വട്ടമെങ്കിലും നിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയെ ഓർത്തിട്ട് നീ 1 കിലോ ഇറച്ചി അവക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇങ്ങനെ കുടുംബ ബന്ധത്തിൽ വല്ലാത്ത ഒരു ഭാഗം ഉണ്ടാക്കിയവരാ. എങ്കിൽ സ്വാലിഹായ അമൽ ചെയ്തവരാണെങ്കിൽ ഖബറിൽ രക്ഷപ്പെടുമല്ലോ. ഓ പടച്ച റബ്ബേ, ആരാണ് സ്വാലിഹായ പ്രവർത്തനം ചെയ്തവര്? അവര് ഖബറിൽ രക്ഷപ്പെടുമെന്ന് ഉറക്കെ ഖബർ പറയുമ്പോൾ ആരെന്ന് പറയണ്ട, മുത്തുനബിയുടെ മകളെന്ന് പറയണ്ട, അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹധർമ്മിണി എന്ന് പറയണ്ട, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായുടെ ഉമ്മ എന്ന് പറയണ്ട, മാതാവെന്ന് പറയണ്ട. ഇവിടെ അതിന് സ്ഥാനമില്ല. സ്വാലിഹായ കർമ്മം ചെയ്യുന്നു, സാലിഹായ കർമ്മമാരെങ്കിലും ചെയ്യുന്നുണ്ടോ അവൻ ഖബറിൽ രക്ഷപ്പെടുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ.
ആരാ പറഞ്ഞത് സ്വാലിഹായ പ്രവർത്തനം? ഇവിടെ ഹദിയ പറഞ്ഞു സ്വാലിഹായ പ്രവർത്തനമാ. നിങ്ങളിരുന്ന് ഈ വാഴ് കേൾക്കുന്നു സ്വാലിഹായ പ്രവർത്തനമാ. ഞാൻ ഈ വാഴ് പറയുന്നു സ്വാലിഹായ പ്രവർത്തനമാ. സ്വാലിഹായ പ്രവർത്തനം ആരെങ്കിലും ചെയ്താൽ അവൻ ഖബറിൽ രക്ഷപ്പെടുമെന്ന് ഹബീബി വറൂഹി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഖബറിൽ രക്ഷപ്പെടണമോ? ഖബറിന്റെ അവസ്ഥയിൽ നിന്നും ഖബറിന്റെ കാലടി ശബ്ദമാണ് ഇപ്പം കേട്ട, കാലടി ശബ്ദമാണ്. ആരോട് പറഞ്ഞു? ഖബർ. ഫാത്തിമ റളിയല്ലാഹു അൻഹ കൊണ്ടുവച്ചപ്പം ഖബർ പറഞ്ഞ കാലടി ശബ്ദമാണ്. എന്നാൽ തീർന്നില്ല. ഖബറിലുണ്ടല്ലോ, ഖബറിൽ ഞെരുക്കമാണ്, ഞെരുക്കമാണ്. അന്നബി മുലൈക്കത്ത് റളിയല്ലാഹു മാ ഉജീറ മിൻ ലഅതത്തിൽ ഖബർ മാ ഉജീറ മിൻ ലഅതത്തിൽ ഖബരി അഹദൻ. ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്നും ആരും രക്ഷപ്പെടൂല. ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്നും ആരും രക്ഷപ്പെട്ടിട്ടില്ല. ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്നും ഒരു കുഞ്ഞുപോലും രക്ഷപ്പെട്ടിട്ട് പോയിട്ടില്ല. എല്ലാവരും ഖബറിന്റെ ഞെരുക്കത്തിൽ കൊടുങ്ങുക തന്നെ ചെയ്യും. എന്നിട്ട് പറയുകയാണ് ആരാൻ? ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. ഇന്നലിൽ ഖബരി ലഅതത ലൗ നജാ മിൻഹാ അഹദുൻ ലനജാ സഅദ് ബിൻ മുആദ്. ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്, ഖബറിന് വല്ലാത്ത ഞെരുക്കമുണ്ട്, ഖബറിന് വല്ലാത്ത പിടിമുറുക്കമുണ്ട്, ഖബറിൽ വല്ലാത്ത ഞെരുക്കമുണ്ട്. ആരെങ്കിലും ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്നും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഖബറിന്റെ പിടിമുറുക്കത്തിൽ നിന്നും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ, ഖബറിന്റെ പിടിമുറുക്കത്തിൽ നിന്നും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ലനജാ സഅദ് ബിൻ മുആദ്. അത് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുമായിരുന്നേനെ. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്നും രക്ഷപ്പെടുമായിരുന്നെന്ന് ആരാ പറയുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹയാ പറയുന്നത്. ആരാണ് സഅദ് ബിൻ മുആദ്? സഅദ് ബിൻ മുആദ് സാധാരണ മനുഷ്യനല്ല, എന്നെയും നിങ്ങളെയും പോലുള്ള മനുഷ്യനല്ല. ആരാണ് സഅദ് ബിൻ മുആദ്? ആദല്ലദീ തഹറക ലഹു അർശുർ റഹ്മാൻ വഫുതിഹത് ലഹു അബ്വാബുസ് സമാ. ആരാണ് സഅദ് ബിൻ മുആദ്? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ അല്ലാഹുവിന്റെ അർശ് കിടുങ്ങിയത്രേ. മാത്രമല്ല സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ വഫുതിഹത് ലഹു അബ്വാബുസ് സമാ, ആകാശത്തിന്റെ സർവ്വവാതിലുകളും അദ്ദേഹത്തിന് വേണ്ടി തുറന്നു കൊടുത്തു അത്രേ. മാത്രമല്ല വശഹിദഹു സബ്ഊന അൽഫം മിനൽ മലായിക അല്ലദീ മിൻദീലും മിനൽ മനാദീൽ ഖൈറും മിൻഹാ വമാ ഫീഹാ. മാത്രമല്ല അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മെന്തിയിലുണ്ടായിരുന്നു. ആ മെന്തിയിലോ ഈ ദുനിയാവും ദുനിയാവിലുള്ളത് സർവ്വതും കിട്ടുന്നതിനെക്കാട്ടിൽ പോരിശയുള്ള ഒരു മെന്തിയിലുള്ള ആളായിരുന്നു സഅദ് ബിൻ മുആദ്. ഈ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഞെരുക്കിയില്ലേ? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിനോട് സംബന്ധിച്ച അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടല്ലോ, ഉപ്പൂറ്റി താഴെ കുത്താതെ കാലിന്റെ തള്ളവിരല് കുത്തി നടന്നു, ഉപ്പൂറ്റി താഴെ കുത്തിയില്ല. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയിൽ പങ്കെടുത്ത ഹബീബായ മുത്ത് നബിയോട് ചോദിച്ചു സ്വഹാബാക്കൾ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ മുർസലായ നബിയെ, എന്താണ് അങ്ങ് ഉപ്പൂറ്റി താഴെ മുട്ടിക്കാതെ കാലിന്റെ തള്ളവിരല് കുത്തി നടന്നതെന്ത് ഹബീബേ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയുകയുണ്ടായി, എന്തെന്നറിയുമോ? ഈ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തിൽ പങ്കെടുക്കാൻ സ്വഹാബാക്കളുടെ നിര, മലക്കുകളുടെ നിര വല്ലാത്തതായതുകൊണ്ട് എനിക്ക് ഉപ്പൂറ്റി താഴെ മുട്ടിക്കാൻ കഴിഞ്ഞില്ല. അത്രയും ആളുകൾ പങ്കെടുത്ത മരണമായിരുന്നു സഅദ് ബിൻ മുആദ്.
റളിയല്ലാഹു അൻഹു ഈ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് വരെ ഞെരിക്കിയെങ്കിൽ, മയ്യത്ത് വരെ ഇടുക്കിയെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ നീ ഒന്ന് ചിന്തിക്ക്, നമ്മുടെ മയ്യത്തിൽ എത്ര പേരാ പങ്കെടുക്കുന്നത്? ഒരു 10 പേര് പങ്കെടുക്കുമോ? 100 പേര് പങ്കെടുക്കുമോ? നമ്മുടെ മയ്യത്തിൽ എത്ര പേര് വന്ന് നമ്മളോട് പങ്കെടുക്കാൻ വരും? നമ്മൾ നാടിന്റെ പ്രധാനപ്പെട്ടവരല്ല എങ്കിൽ, നമ്മൾ നാടിന്റെ പ്രധാനപ്പെട്ടവരല്ല എങ്കിൽ, നമ്മൾ നാടുമായി പുലബന്ധമില്ലാത്തവരാണെങ്കിൽ, ആരെയും മാനിക്കാത്തവരാണെങ്കിൽ, നിന്റെ മയ്യത്തിനെ മാനിക്കാൻ ആര് വരും? എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, അതുകൊണ്ട് നീ ഒന്ന് നന്നാവ്. സഅദ് ഇബ്നു മുആദിന്റെ കാര്യമാ പറഞ്ഞത്. സഅദ് ഇബ്നു മുആദ് ഇത്രത്തോളം പോരിശയുള്ള അള്ളാഹുവിന്റെ അർശ് കിടുങ്ങുന്നത് സാധാരണ ത്വലാഖ് ചൊല്ലുമ്പോൾ മാത്രമാണ് റബ്ബിന്റെ അർശ് കിടുങ്ങാറ്. പക്ഷേ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരിച്ചു എന്ന് കേട്ടപ്പോൾ അർശ് കിടുകിടാ വിറച്ചു എന്നാണ്. അത്രത്തോളം വല്ലാത്ത ഒരു സംഭവം ഉണ്ടായി എന്ന് അർശിന് വരെ തോന്നിപ്പിച്ചു എന്നാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് നന്നാവ്, അള്ളാഹുവിലേക്ക് അടുക്ക്. ഈ ശഅബാൻ മാസമാ, അള്ളാന്റെ ഹബീബിന്റെ പേർക്ക് സ്വലാത്ത് ചൊല്ല്, മുത്തുനബിയുമായിട്ടൊന്ന് അടുക്ക്. റഹ്മാനെ, റമദാൻ ആകുന്നതിന് മുമ്പ് തന്നെ ഈ ശഅബാൻ മാസത്തിൽ ശഅബാനു ശഹരി, ശഅബാൻ മാസം എൻ്റെ മാസമാണ്, ഹബീബിന്റെ മാസമാണെന്ന് ഹബീബി വറൂഹി വഖൽബി മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ല്. 50 സ്വലാത്ത് ഒരാൾ നിത്യം 50 സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാന്റെ ഹബീബ് അവൻ ഹസ്തദാനം ചെയ്യുമത്രേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ മുടങ്ങാതെ ചൊല്ലിക്കോ. 50ൽ പുറത്ത് ചൊല്ലുന്നവരാണ് ഈ താഴത്തറയിലുള്ളവർ. അറിയാൻ കഴിഞ്ഞത് പുരുഷന്മാരെ കാട്ടിൽ കൂടുതൽ സ്വലാത്തും ദിക്റും ചൊല്ലുന്നവരാണ്. കാരണം അവരുടെ ഒരു വിളിയുണ്ട്, അല്ലാഹ് അല്ലാഹ് എന്നൊരു വിളിയുണ്ട്. ആ വിളിമതി, ആ വിളിമതി, ആ പെണ്ണിന്റെ വിളിമതി സ്വർഗം കിട്ടാൻ. ഈ മലപ്രഭാഗത്തൊക്കെ അങ്ങനെയാണ്. കാസർഗോഡ് പോയാലും എവിടെ പോയാലും അവിടെ എവിടെ ചെന്നാലും അവരുടെ ഒരു വല്ലാത്ത ഒരു വിളിയുണ്ട്. പറയണ്ട, ചോദിക്കുന്നതിന് മുമ്പ് അവർ ഞൂരുകയാണ്. സ്വർണമെങ്കിൽ സ്വർണം, വളയെങ്കിൽ വള. ഇടി കിട്ടുന്നത് പിന്നെയല്ലേ, വീട്ടിൽ ചെന്നതിന് ശേഷമല്ലേ ഇവിടെ ഊരിക്കൊടുക്കാവല്ലോ. ഉസ്താദ് പറഞ്ഞു, ഞാൻ ഊരിക്കൊടുക്കാം. അല്ലോ റബ്ബേ നീ കാക്കണേ, അല്ലോ നീ കാക്കണേ റഹ്മാനെ, ഞങ്ങളുടെ സഹോദരിമാരെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളോടൊപ്പമാ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഖബറിൽ ഞെരുക്കമുണ്ട്, എല്ലാവരെയും ഞെരുക്കും, നമുക്ക് മനസ്സിലായി അല്ലേ? എന്നാൽ ഖബറിൽ ഞെരുക്കാത്ത ഒരു പെണ്ണുണ്ട്. ഒരു പെണ്ണിന്റെ മാത്രം ഖബർ ഞെരുക്കിയിട്ടില്ല. ആരാ പെണ്ണ്? ആ പോരിശയുള്ള പെണ്ണാരാ? ഫാത്തിമ ബിന്ത് അസ്ദ് റളിയല്ലാഹ്, ഫാത്തിമ ബിന്ത് അസ്ദ് റളിയല്ലാഹ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മാതാവ്. അല്ലാഹ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മാതാവ്. മാത്രമല്ല അബൂ താലിബിന്റെ ഭാര്യയാണ് ഫാത്തിമ ബിന്ത് അസദ്. അവരുടെ ഖബർ ഞെരുക്കിയിട്ടില്ല. ദഖല അലൈഹാ ഫജലസ ഇൻദ റഅസിഹാ ഫഖാല റഹിമക്കില്ലാ യാ ഉമ്മീ കുന്തി ഉമ്മീ ബഅദ ഉമ്മീ. എന്തേ കാരണം ഖബർ ഞെരുക്കാത്തത്? ആരാണ് ഈ ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹ? ആരാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ? ആരാ? അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഉമ്മയാ. ആമിന റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം കുന്തി ഉമ്മീ ബഅദ ഉമ്മീ എന്നാ പറഞ്ഞതെന്തേ? ഉമ്മയാണ് ഫാത്തിമ, എൻ്റെ ഉമ്മയ്ക്ക് ശേഷം പ്രിയപ്പെട്ട ഉമ്മയാണ് ഫാത്തിമ ബിന്ത് അസദ്. അവരങ്ങ് മരിച്ചപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹിയുടെ ശബ്ദം ഹബീബിന്റെ കാതിലങ്ങ് കേട്ടപ്പോൾ ഓടുകയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ. നമ്മുടെ നാട്ടിൽ ദറസുണ്ട്. ഈ ദറസിലെ മക്കൾക്ക് ഭക്ഷണം കൊടുത്തതിന്റെ നന്ദി നിങ്ങളുടെ ആരെങ്കിലും പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവർ മരിച്ചാൽ ഉടനെ ഉസ്താദും മുത്തഅല്ലിമീങ്ങളും ഓടിയെത്തുന്നത് പോലെ അള്ളാന്റെ ഹബീബ് ഓടി വരുന്നു ആരുടെ മരണത്തിൽ പങ്കുചേരാൻ? ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹയുടെ മരണത്തിൽ പങ്കുചേരാൻ. ദഖല അലൈഹാ ഫജലസ ഇൻദ റഅസിഹാ. അല്ലാഹുവിന്റെ ഹബീബ് അങ്ങ് കടന്നു വന്നിട്ട് ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹയുടെ ഇരുന്നിട്ട് മുത്തുനബി പറഞ്ഞില്ലേ, റഹിമക്കില്ല, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ആരായി പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട നബിയാ പറയുന്നത്. റഹിമക്കില്ല യാ ഉമ്മി കുന്തി ഉമ്മി ബഅദ ഉമ്മി. എൻ്റെ ഉമ്മയ്ക്ക് റഹ്മത്ത് ചെയ്യട്ടെ എൻ്റെ ഉമ്മ. ആരാ? എൻ്റെ ഉമ്മയ്ക്ക് ശേഷം ഉമ്മയായിരുന്നല്ലോ അങ്ങ്. അതുകൊണ്ട് അല്ലാഹ് റഹ്മത്ത് ചെയ്യട്ടെ. തജൂഈന വതശ്ബഈന വതഈരീന വതകുസ്സൂനനി തുരീദീന ബിദാലിക വജ്ഹല്ലാഹ് വദാറൽ ആഖിറ. എന്താ അവര് ചെയ്ത പുണ്യം? എന്ത് പുണ്യമാ അവര് ചെയ്തത്? അല്ലാഹുവിന്റെ ഹബീബ് പറയുക, അങ്ങയുടെ ഖബർ ഞെരിക്കൂല, അങ്ങക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യും ഉമ്മ. എന്തേ? അങ്ങ് ഭക്ഷണം കൊടുത്തവരാ. അങ്ങയുടെ വയറൊട്ടിക്കിടന്നപ്പോഴും അല്ലയോ ഫാത്തിമ ബിന്ത് അസദ് എന്നവരെ, അവിടുത്തെ വയറൊട്ടിക്കിടന്നപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം തന്നു, എനിക്ക് പാനീയം തന്നു. അങ്ങ് വെള്ളം കുടിക്കാൻ വല്ലാതെ ദാഹിച്ചപ്പോൾ എനിക്ക് വെള്ളം തന്നു. എനിക്ക് ദാഹമുണ്ടായിരുന്നു, അവിടത്തേക്കും ദാഹമുണ്ടായിരുന്നു. പക്ഷേ താങ്കളുടെ ദാഹം നോക്കാതെ എനിക്ക് എന്റെ ദാഹം മാറ്റിയ ഉമ്മയാ. അല്ലാഹ് ഇർഹമിക്കില്ല, റബ്ബേ ഈ ഉമ്മയ്ക്ക് നീ കരുണ ചെയ്യ്. മാത്രമല്ല അവിടുന്ന് വസ്ത്രം ധരിക്കാൻ വല്ലാത്ത ആവേശമുണ്ട്. ആ വസ്ത്രം ധരിക്കാൻ ആവേശമുണ്ടായിട്ടും അവിടുന്ന് ആ ധാരണ മാറ്റിയിട്ട്, ആവേശം മാറ്റിയിട്ട് എന്നെ വസ്ത്രം ധരിപ്പിച്ച ഉമ്മയാണല്ലോ, എന്നെ വസ്ത്രം ധരിപ്പിച്ച ഉമ്മയാ. മാത്രമല്ല ഇതുകൊണ്ടൊക്കെ അവരുദ്ദേശിച്ചത് റബ്ബിന്റെ പ്രീതിയും പൊരുത്തവുമാ, അള്ളാന്റെ പ്രീതിയും പൊരുത്തവുമാ. ആ പ്രീതിയും പൊരുത്തവും ഉദ്ദേശിച്ചു. മാത്രമല്ല ആഖിറത്തിന്റെ ഭവനമായ സ്വർഗം ഉദ്ദേശിച്ചു. അതുകൊണ്ട് എൻ്റെ പെങ്ങളെ കൊടുത്തോ, ചോദിക്കുന്നവർക്കൊക്കെ കൊടുത്തോ. ചോദിക്കുമ്പോൾ കൊടുക്കാൻ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. അതും കൊണ്ട് കൊടുത്തോ. കൊടുക്കുന്നത് കൊണ്ട് പുണ്യമാ, ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട് പുണ്യമാ. എന്ത് ചെയ്തിട്ടാ? അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് പകരമുള്ള ഉമ്മയായ ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹയുടെ ഖബർ ഞെരിക്കാതിരുന്നത് എന്താ? ഭക്ഷണം കൊടുത്തത് കൊണ്ടാ. അതാർക്കാ ഭക്ഷണം കൊടുത്തത്? യതീമിനാ ഭക്ഷണം കൊടുത്തത്. യതീം ആരാ ഇവിടെ? അള്ളാന്റെ ഹബീബാ. അള്ളാന്റെ ഹബീബാണ് ഇവിടുത്തെ യതീം. ഉമ്മ മരണപ്പെട്ടു പോയി. ഉമ്മയായ ആമിന റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. ഉപ്പയായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. ആ മരണപ്പെട്ടതിന് ശേഷം യതീമായ മകനായ മുഹമ്മദ് മുസ്തഫ ഈ മുഹമ്മദ് നബിക്ക് ഭക്ഷണം കൊടുത്തു. ഈ മുഹമ്മദ് നബിക്ക് പാനീയം കൊടുത്തു. ഈ മുഹമ്മദ് നബിക്ക് ചെയ്തതെന്താ? വസ്ത്രം കൊടുത്തു. ആ പുണ്യമുള്ളത് കൊണ്ടാണ് പറയുന്നത്, അല്ലാഹുവേ എൻ്റെ ഉമ്മയ്ക്ക് ശേഷമുള്ള ഉമ്മയായ ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, കരുണ ചെയ്യണേ അല്ലാ. എന്നിട്ട് മാത്രമല്ല അള്ളാന്റെ ഹബീബ് മയ്യത്ത് കുളിപ്പിക്കാൻ മുൻപന്തിയിൽ നിന്നു. മയ്യത്ത് കുളിപ്പിച്ചു. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. എല്ലാവിധ സംവിധാനവും ചെയ്തു കൊടുത്തു. അതിനുശേഷം മറവാടാൻ ഇതാറടി മണ്ണിലേക്ക് കടക്കാൻ പോകുന്ന സന്ദർഭത്തിൽ ഹബീബായ മുത്തുനബി ആറടി മണ്ണിലങ്ങ് ഇറങ്ങിക്കിടന്നില്ലേ? ആ പിള്ളക്കുഴിയിലങ്ങ് ഇറങ്ങിക്കിടന്നില്ലേ? ഇറങ്ങിക്കിടന്നിട്ട് പടച്ചറബിനോട് പറഞ്ഞില്ലേ, അല്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ യുഹീ വയുമീത് വഹുവൽ ഹയ്യു ലാ യമൂത് യഗ്ഫിർ ലി ഉമ്മി ഫാത്തിമ ബിന്ത് അസദ് വവസ്സി അലൈഹാ മദ്ഖലഹാ ബിഹഖ് നബിയിക വൽ അംബിയാ الذين من قبلي
ഖബറിലേക്ക് അങ്ങ് ഇറങ്ങിക്കിടന്നിട്ട് റഹ്മാനെ ഒരിക്കലും മരിക്കാത്ത അല്ലാ എന്നെന്നും ജീവിച്ചിരിക്കുന്നേ, ഞങ്ങളാണെങ്കിൽ മരിക്കുമല്ലോ റഹ്മാനെ, ഞങ്ങൾക്കിവിടെ ജീവിതം സ്വസ്ഥമല്ലല്ലോ അല്ലാ. അങ്ങനത്തെ എന്നെന്നും ജീവിച്ചിരിക്കുന്ന മരിക്കാത്ത റബ്ബേ, നിന്നോട് എനിക്കൊരാവലാതി പറയാനുണ്ട് അല്ലാ. ഇഗ്ഫിർലി ഉമ്മി ഫാത്തിമ ബിന്ത് അസദ്, ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹയുടെ പാപം നീ പുറത്തു കൊടുക്കണേ അല്ലാ. വസ്സി അലൈഹാ മദ്ഖലഹാ, അല്ലാഹുവേ അവർ ഇറക്കസ്ഥലം നീ ബഹുമാനിക്കണേ അല്ലാ. ബിഹഖി നബിയിക വല്ലംബിയാ ഇല്ലദീ മിൻ ഖബലി. ആരാ പറഞ്ഞത്? ഹബീബായ മുത്തുനബിയെ കൊണ്ടോ ഔലിയാക്കന്മാരെ കൊണ്ടോ നബിമാരെ കൊണ്ടോ ഇടതേടരുതെന്ന് നിന്നോട് പറയുമ്പോൾ ഇത് പറയുന്നതാരാ? ഹബീബ പറയുന്നത്. നിന്നോട് പറയുന്നു, നിന്റെ ഭാര്യയോട് പറയാൻ പറയുന്നു. അവളെ ഏറുഭാഗം തൂക്കിക്കൊണ്ട് കോഴിക്കോട്ട് പോയ, എവിടെ? കോഴിക്കോട്ട് ജുമാക്ക് പോവാ, അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി, കണ്ടാൽ ആരും നോക്കിപ്പോകുന്ന വേഷത്തിൽ. എവിടെ പോവാ? കോഴിക്കോട്ട് ജുമ്മാക്ക് പോവാ അല്ലേ? അവരോട് പറയുകയാണ്, ഈ ജുമാക്ക് പോകുന്ന പെണ്ണുങ്ങളോട് പറയുക. എന്താ പറയുന്നത്? അമ്പിയാക്കളെ വിളിക്കല്ലേ, ഔലിയാക്കളെ വിളിക്കല്ലേ, കാഫിറായി പോകുമേ എന്നൊക്കെ പറയാൻ. ഇവിടെ പറയുന്നത് എന്താ? ബിഹഖി നബിയിക വല്ലംബിയാ ഇല്ലദീന മിൻ ഖബലി. അല്ലാഹുവേ, എന്റെ ഹക്ക് കൊണ്ട്, ഈ നബിയായ ഈ മുത്ത് നബിയുടെ ഹക്ക് കൊണ്ട്, അതുപോലെ എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട്, എന്റെ ഉമ്മയ്ക്ക് ശേഷമുള്ള ഉമ്മയായിരുന്ന ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, നീ കരുണ ചെയ്യണേ അല്ലാ. അവരുടെ ഇറക്കസ്ഥലം ബഹുമാനിക്കണേ അല്ലാ, അവരുടെ ഖബറിനെ നീ എടുക്കല്ലേ അല്ലാ. ഇന്നക അർഹമുർ റഹീമീൻ, നീ കരുണക്കടലാണ് റബ്ബേ എന്ന് ദുആ ചെയ്യുന്നതാരാ? ഹബീബി വറൂഹി വഖൽബി മുഹമ്മദ് മുസ്തഫ. പോരാ, ഹബീബി വഖൽബി മുഹമ്മദ് മുസ്തഫ. ഹബീബി വഖൽബി വറൂഹി വസയ്യിദി വസനദി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ അങ്ങോട്ട് സ്വലാത്ത് പറ. അതും കൊണ്ട് ഖബറിൽ ഞെരുക്കാത്ത പെണ്ണുണ്ട്. ഞെരുക്കാത്ത കാരണം ഇതാണ്. അതും കൊണ്ട് കൊടുത്തോ. ഭക്ഷണം വന്ന് ചോദിക്കുന്നവരെ തട്ടിവിടല്ലേ, പാനീയം വന്ന് ചോദിക്കുന്നവരെ തട്ടിവിടല്ലേ. ഇതാ മുട്ടാവശ്യമായി നിന്നെ സമീപിക്കുമ്പോൾ അവരെ തട്ടിവിടല്ലേ. പുണ്യമാണ്, പുണ്യമാണ്, പുണ്യമാണ്. അതും കൊണ്ട് കൊടുത്തോ. ഖബറിൽ നിന്നെ ഞെരുക്കൂല. മാത്രമല്ല അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, മാ ഉഫിയ മിൻ ലഅതത്തിൽ ഖബർ ഇല്ലാ ഫാത്തിമ ബിന്ത് അസദ്. ഖബറിൽ ഞെരുക്കാത്ത ഒരൊറ്റ പെണ്ണ് മാത്രം, ഒരൊറ്റ പെണ്ണ് മാത്രം. ആ പെണ്ണാരാ? ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹയാണെന്ന് ഹബീബി വസയ്യിദി മുഹമ്മദ് മുസ്തഫ. പോരാ മക്കളെ, ഹബീബി വസയ്യിദി വഖൽബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ അങ്ങോട്ട് പവറായിട്ട് അങ്ങോട്ട് സ്വലാത്ത് ചൊല്ല്. അതും കൊണ്ട് ഇതും ഖബറിന്റെ ഒരു കാലടി ശബ്ദമാ, ഇതും ഖബറിന്റെ കാലടി ശബ്ദമാ. അങ്ങനെ എത്ര 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 കാലടി ശബ്ദമുണ്ട്. ഒരു കാര്യം കൂടി പറയാം. ഒരു മുസ്ലിമിന്റെ ആദ്യ രാത്രിയെ പറ്റി പറയാം. ഒരു മുസ്ലിമിന്റെ ആദ്യ രാത്രി, ഒരു മനുഷ്യൻ മരണപ്പെട്ട് ഖബറിൽ ചെന്നാൽ അവന്റെ ആദ്യത്തെ ദിവസമുള്ള ഒരു രാത്രിയുടെ ഒരു നൊമ്പരം പറയുന്നു ഹദീസില്. എന്തേ? അൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട്. ഒരു പുരുഷൻ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, എന്തേ വല്ലാതെ മോശമായിരിക്കുന്നല്ലോ, വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ, വല്ലാതെ അങ്ങ് ക്ഷീണിച്ചിരിക്കുന്നല്ലോ, ഇബാദത്ത് ചെയ്തിട്ട് നിറങ്ങളങ്ങ് വ്യത്യാസം വന്നിരിക്കുന്നല്ലോ, ഇബാദത്ത് കാരണത്താൽ നിറം വ്യത്യാസമായിരിക്കുന്നു, തൊലിയൊക്കെ അങ്ങ് ചുളുങ്ങിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ യഥാർത്ഥ രൂപം നീ കണ്ടിരുന്നെങ്കിൽ, എന്റെ ഈ രൂപമല്ല.
ഉമർ ഇബ്നു അബ്ദുൽ അസീസിനോട് പറയുകയാണ്, വല്ലാത്ത തടി ഉണ്ടായിരുന്നല്ലോ, തടിയൊക്കെ കുറഞ്ഞു, വല്ലാതെ സ്കെൽറ്റായിരിക്കുന്നല്ലോ, എന്താ ഈ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയുകയാണ്, എന്റെ അവസ്ഥ നീ കണ്ടിരുന്നെങ്കിൽ, ഖബറടക്കിയതിന് ശേഷമുള്ള എന്റെ അവസ്ഥ നീ കണ്ടിരുന്നെങ്കിൽ ഈ അത്ഭുതമല്ല നീ ഓർക്കുക, ഇതിനെക്കാട്ടിൽ അത്ഭുതത്തോടുകൂടി നീ എന്നെ നോക്കിയേനെ. പറയുകയാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുക, ഫഖദ് ഖറജതു ഖദഖതാൻ ഫഖാനതാ അലൽ ഖദ്ദൈൻ. എന്റെ രണ്ട് കണ്ണുകളുണ്ടല്ലോ, കണ്ണുകള്, ഈ കണ്ണുകൾ ഇളകിയിട്ട് യഥാർത്ഥ സ്ഥലത്ത് നിന്നും ഇളകിയിട്ട് എന്റെ കവിളിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന അവസ്ഥ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുകയാണ് വന്ന മനുഷ്യന്, എന്റെ രണ്ട് കണ്ണിളകി കവിളിലേക്ക് വന്നു കിടക്കുന്നു. മാത്രമല്ല തഖല്ലസത്ത് ശഫത്താനി അലൽ അസ്നാൻ. ഈ ചുണ്ടുകളുണ്ടല്ലോ, ചുണ്ടുകൾ ഇളകിയിട്ട് ഈ യഥാർത്ഥ സ്ഥലത്ത് നിന്നും ചുണ്ടുകൾ ഇളകിയിട്ട് പല്ലിലേക്ക് വന്നു കിടക്കുന്ന അവസ്ഥ. അല്ലാഹ് പടച്ചറബ്ബേ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. മാത്രമല്ല പുഴുക്കളും ചലവും ഒഴുകുന്ന അവസ്ഥ. എവിടുന്ന? മിനൽ മനാഖിരി വൽ ഫം, ദ്വാരമുള്ള സർവസ്ഥലത്ത് നിന്നും വായിൽ നിന്നും പുഴുക്കളും ചീഞ്ചലവും ഒഴുകുന്ന അവസ്ഥ. കഴിഞ്ഞില്ല, നെഞ്ചിനെ കാട്ടിൽ വയറിങ്ങനെ വീർത്ത് വന്ന് ഈ വയറിങ്ങനെ വീർത്ത് വന്നിട്ട് പൊട്ടാൻ പോകുന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ നീ എന്നെ കണ്ടിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, നീ അത്ഭുതം കൂറില്ലായിരുന്നോ, നീ അത്ഭുതപ്പെട്ടു പോകില്ലായിരുന്നോ. കണ്ണുകൾ ഇളകി, കണ്ണുകൾ ഇളകി കവിളിലേക്ക് വന്ന് കിടക്കുന്നു, ചുണ്ടിളകി പല്ലിലേക്ക് വന്ന് കിടക്കുന്നു. വയറുണ്ടല്ലോ വീർത്ത് 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 ബലൂൺ പോലെ വീർത്ത് വീർത്തിട്ട് നെഞ്ചിനെ കാട്ടിൽ മുകളിൽ പൊട്ടാറായി നിൽക്കുന്നു. ഒന്ന് സങ്കൽപ്പിക്കണേ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഒന്ന് സങ്കൽപ്പിക്കണേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. ഇങ്ങനത്തെ അവസ്ഥയിൽ നീ എന്നെ കണ്ടിരുന്നെങ്കിൽ എന്റെ ഖബറിലെ ആദ്യത്തെ അവസ്ഥ, ഇതും ഒരു ഖബറിലെ കാലടി ശബ്ദമാണ്, ഇതും ഒരു ഖബറിലെ കാലടി ശബ്ദമാണ്. തീർന്നില്ല, ഇനി മറ്റൊരു സംഭവം കൂടി പറയുന്നുണ്ട്. അന്നബി ഉമാമത്ത് റളിയല്ലാഹു, ഒരുപാട് കാര്യങ്ങളുണ്ട്, ചുരുക്കി ഖബറിന്റെ കാലടി ശബ്ദവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണ്. ഖബറിന്റെ ഉള്ളിൽ നമ്മൾ ഈ ദുനിയാവിൽ വെച്ച് ചെയ്യുന്ന സൽക്കർമ്മം മാത്രമാണ് അവിടെ ഉപകരിക്കുക. ആരും വരൂല, പ്രിയപ്പെട്ട ഭർത്താവ് വരൂല, മക്കള് വരൂല, എല്ലാരും ഖബറിന്റെ അരികിൽ വന്നിട്ട് ഖബറിന്റെ അരികിൽ കൊണ്ട് മൂടിയിട്ടിട്ട് എല്ലാവരും പിരിഞ്ഞു പോകും. സ്നേഹമുണ്ടെങ്കിൽ പെരുന്നാളിന് വരും, വലിയ പെരുന്നാളിന് വരും, കൊച്ചു പെരുന്നാളിന് വരും. സ്നേഹമുണ്ടെങ്കിൽ, സ്നേഹമില്ലെങ്കിൽ അതുമില്ല, തിരിഞ്ഞു നോക്കലേ ഇല്ല. ഖബറിന്റെ മുകളിൽ എത്ര കരിയിലയാ കിടക്കുന്നത്. ആ ഖബർ ആരുടെ ഖബറാണെന്ന് പോലും അറിയില്ല. വെള്ളിയാഴ്ചയും ഖബറിന്റെ അരികിൽ പോകില്ല, ഒന്ന് ഫാത്തിഹ ഓതാറില്ല, യാസീൻ ഓതാറില്ല, ഒന്നും ചെയ്യാറില്ല. ഐനൽ അബ്ദ്, എവിടെയാ എന്റെ പ്രിയപ്പെട്ട മനുഷ്യ, നീ നിന്റെ സഞ്ചാരം എങ്ങോട്ടാ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ഞാനും നിങ്ങളും മരണപ്പെട്ടാൽ എത്ര ആളുകളാ ആ മയ്യത്തിൽ സമ്മേളിക്കുക, എത്ര ആളുകളാ സമ്മേളിക്കുക. അതുകൊണ്ട് ചിന്തിച്ച് അല്ലാഹുവിലേക്ക് അടുത്തോ. അൻ അബി ഉമാമത്തുൽ ബാഹിരി റളിയല്ലാഹു അൻഹു, അവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്, ബഖീഉൽ ഉർഖദിൽ കൂടി അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നടന്നു പോവുകയാ. നടന്നു പോകുമ്പോൾ ആ ഖബറിൽ വല്ലാത്ത ശിക്ഷ നടക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി ലൗ ലറബ ലറബതൻ മാ ബഖയ ഇർഖുൻ ഇല്ലൻ ഖതഅ.
അള്ളാന്റെ ഹബീബ് പറയുകയാണ്, ഈ ഖബറിൽ ശിക്ഷ നടക്കുന്നുണ്ട്, അതികഠിന കഠോരമായ ശിക്ഷയാണ്. ആ ശിക്ഷയുടെ വലിപ്പം നിങ്ങൾക്കറിയുമോ? ഓരോ അടിയും ആ ഖബറിലെ ആ മലക്കടിക്കുമ്പോൾ ആ അടിക്കുന്ന കാരണത്താൽ ഓരോ നാഡി നരമ്പുകൾ പൊട്ടിയിട്ടല്ലാതെ അവശേഷിക്കൂല. ഓരോ അടികൾ അടിക്കുമ്പോഴും നാഡി നരമ്പുകൾ പൊട്ടി കഷണമായി പോകുന്ന ശിക്ഷയാണ് ഈ ഖബറിൽ നടക്കുന്നതെന്ന്, ഈ ഖബറിലെ കാലടി ശബ്ദമെന്ന് ഹബീബി വറൂഹി വസനദി വഖൽബി മുഹമ്മദ് മുസ്തഫ. മാത്രമല്ല ഖബറിലെ ശിക്ഷ ആരും കേൾക്കൂല. ആ ഖബറിൽ ശിക്ഷിക്കുന്ന മലക്കിന്റെ കണ്ണിന് കാഴ്ചയില്ല, ചെവിക്ക് കേൾവി ശക്തിയില്ല. കണ്ണിന് കാഴ്ചയുണ്ടെങ്കിലേ ഈ അവസ്ഥ കാണാൻ പറ്റൂ, ചെവിക്ക് കേൾവി ശക്തി ഉണ്ടെങ്കിലേ ഈ അവസ്ഥ അറിയാൻ പറ്റൂ. ഇങ്ങനത്തെ അവസ്ഥയുള്ള മലക്കുകളാണ് ഖബറിൽ ശിക്ഷിക്കുക. ഈ ശിക്ഷ ആർക്കാണെന്ന് ചോദിച്ചപ്പോൾ മൂത്രമൊഴിച്ചിട്ട് നല്ലതുപോണം കഴുകാത്തവർക്കാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്നത്തെ നിന്റെ പാന്റ്, ആ പാന്റിൽ നീ മൂത്രമൊഴിച്ചിട്ട് എണീക്കുമ്പോൾ 3 തുള്ളി നിന്റെ പാന്റിലല്ലേ വീഴുന്നത്? 4 തുള്ളി പുറത്തും 3 തുള്ളി നിന്റെ പാന്റിലും. നീ ഉളു എടുത്ത് അങ്ങകത്ത് കയറുന്നു. അത് മാത്രമല്ല, നീ സുജൂദിൽ പോകുമ്പോൾ നിന്റെ ഈ മുതുകിന്റെ ഭാഗം തുറന്നു കിടക്കുകയല്ലേ. അവർക്ക് മാത്രമല്ല ഈ ശിക്ഷ. അമ്മൽ ഫുലാനത്തു കാനത്തു തഅകുലു ലുഹൂമൻ നാസ്. ഒരു കൂട്ടം പെണ്ണുങ്ങൾക്കാണ്. ആ പെണ്ണുങ്ങള് ജനങ്ങളുടെ പച്ചമാംസം തിന്നുന്നവരാ. നിന്റെ ഭർത്താവ് എങ്ങനാ, അവനെങ്ങനാ, ഇവനെങ്ങനാ? നിന്റെ ഭർത്താവിന്റെ കാര്യം നീ നോക്ക്, അന്യ ഭർത്താവിന്റെ കാര്യം അന്യവള് നോക്കട്ടെ. അവരെ പറ്റി പച്ചമാംസം തിന്നുന്ന പെണ്ണുങ്ങൾ, എവർക്കും ഈ ശിക്ഷയുണ്ടെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇതും ഇങ്ങനത്തെ ഒരു കാലടി ശബ്ദവും ഖബറിലുണ്ട്. തീർന്നില്ല പ്രിയപ്പെട്ടവരെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് ഭക്ഷണം തരുന്നു, പാനീയം തരുന്നു, നമുക്ക് സമ്പത്ത് തന്നിട്ടുണ്ട്, സർവ്വതും തന്നിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് അന്യവന്റെ മുതല് തിന്നുന്നവരുണ്ട്. എത്ര രൂപയാ അറബിയുടെ പൈസ അടിച്ചു മാറ്റിയവർ, എത്ര രൂപയാ കടയിൽ നിന്നും മോഷ്ടിച്ചവർ. 1 കിലോ ഏത്തക്ക ഇങ്ങെടുക്കണേ എന്നും പറഞ്ഞിട്ട് കടക്കാരൻ എടുക്കൽ പറഞ്ഞിട്ട് എത്ര തേങ്ങയാ നിന്റെ സഞ്ചിയിലിട്ട് കൊണ്ടുപോയത്? ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഒരു നാളിൽ ഒരു ശ്മശാനത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ആ ശ്മശാനത്തിലുള്ള ആളിനെ ഈസാ നബി അലൈഹിസ്സലാം വിളിച്ചുണർത്തി അള്ളാഹുവിന്റെ പ്രത്യേകരമായ കഴിവ് കൊണ്ട് എണീക്കുക എന്ന് ഈസാ നബി അലൈഹിസ്സലാം അയാളോട് പറഞ്ഞു. എന്നിട്ട് ഈസാ നബി അലൈഹിസ്സലാം ആ മനുഷ്യനോട് ചോദിച്ചു, നിന്റെ അവസ്ഥ എന്താണ്? മരിച്ചുപോയ മനുഷ്യനെ ഉണർത്താനുള്ള കഴിവ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചുണർത്തി ഖബറിലെ മനുഷ്യനെ, എന്താ നിന്റെ അവസ്ഥ, സുഖം തന്നെയല്ലേ? വിളിച്ചു ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, സുഖം തന്നെയാണ്, പക്ഷേ എനിക്കൊരു വല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ. അദ്ദേഹം പറയുകയാണ്, കാല കുന്തു ഹുമ്മാലൻ അങ്കുലുന്നാസ് ഫനഖൽതു ഹജബാ. ഞാൻ ദുനിയാവിൽ വെച്ച് ഒരു വിറക് ചുമട്ട് തൊഴിലാളിയായിരുന്നു ഞാൻ. എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കുക, ചെറുപ്പക്കാരാ ചിന്തിക്കുക, ചെറുപ്പക്കാരികളെ ചിന്തിക്കുക. ഞാൻ ദുനിയാവിൽ വെച്ച് ഒരു വിറക് ചുമട്ട് തൊഴിലാളിയായിരുന്നു ഞാൻ. ആ വിറക് ചുമട്ട് തൊഴിലാളിയായിരുന്നപ്പോൾ വിറകുകൾ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കുന്ന പണിയാണ് എനിക്ക്. അങ്ങനെ കൊണ്ടു കൊടുക്കുന്ന സന്ദർഭത്തിൽ ഒരു നിമിഷത്തിൽ ഞാൻ ആ വിറകിന്റെ ഒരു ചീളെടുത്തിട്ട് എന്റെ പല്ലൊന്നു കുത്തിപ്പോയി. അതും കൊണ്ട് സ്വർഗത്തിലേക്ക് കയറാൻ എന്നെ അനുവദിക്കും. പക്ഷേ എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയുന്നില്ല. കാരണം എന്തേ? വിറക് കൊണ്ട് കൊടുത്തപ്പോൾ അതിൽ നിന്നും ഒരു ഇളകി വീണ ഒരു ചീള് അതെടുത്തൊന്ന് പല്ല് കുത്തിപ്പോയി ഞാൻ. അതുകൊണ്ട് മഹ്ബൂസുൻ അനിൽ ജന്ന,
സ്വർഗത്തെ തൊട്ടെന്നെ തടഞ്ഞിരിക്കുകയാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അടുത്ത പറമ്പിൽ വീണ എത്ര തേങ്ങയാണ് മോഷ്ടിച്ചിരിക്കുന്നത്, അടുത്ത പറമ്പിൽ വീണ എത്ര ഓലയാണ് എടുത്ത് കറിയാക്കിയിരിക്കുന്നത്, അടുത്ത വീട്ടിൽ നിന്നും എത്ര ഭക്ഷണമാ മോഷ്ടിച്ച് മക്കൾക്ക് കൊടുക്കുന്നത്. ഇങ്ങനത്തെ മക്കളാ വളർന്നു വരുമ്പോൾ. ഹറാമ് തിന്നുന്ന മക്കളുണ്ടല്ലോ, ഹറാമ് തിന്നുന്ന പെൺമക്കൾ വളർന്നു വരുമ്പോൾ ആരും അറിയാതെ അന്യമതസ്ഥരിൽപ്പെട്ടവരുമായി ഇറങ്ങിപ്പോകുന്നതിന്റെ കാരണം ഹറാമായ ഭക്ഷണം ചെല്ലുന്നത് കൊണ്ടാണെന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാ. അതുകൊണ്ട് മക്കൾക്ക് ഹറാമ് കൊടുക്കല്ലേ, പട്ടിണി കിടന്നാലും ഹറാമ് കൊടുക്കല്ലേ, കട്ടുകൊണ്ട് ഭക്ഷണം കൊടുക്കല്ലേ. ഹറാമാണേ, ഹറാമാണേ. ഇത് ഖബറിന്റെ കാലടി ശബ്ദമാ, ഇത് ഖബറിന്റെ കാലടി ശബ്ദമാ. മാത്രമല്ല മറ്റൊരാളെ സംബന്ധിച്ചൊരു വിവരം പറയുക. ഹസ്സാൻ ഇബ്നു അബീ സിനാൻ എന്നവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്. അദ്ദേഹം ദുനിയാവിൽ വെച്ച് നല്ല ആളായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു, ഹറാമ് തിന്നിട്ടേ ഇല്ല, ഹറാം അദ്ദേഹം കഴിച്ചിട്ടേ ഇല്ല, പടച്ചറബിനെ സൂക്ഷിച്ചു ജീവിച്ച ആളായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ശിഷ്യനെ സ്വപ്നത്തിൽ കാണിച്ചു. എന്തുണ്ട് അവസ്ഥകൾ, എങ്ങനെയാണ് അവസ്ഥകൾ എന്ന് ചോദിച്ചപ്പോൾ, എന്നെ സ്വർഗത്തിൽ കടക്കാൻ എന്നെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കാരണം ഞാൻ അയൽ വീട്ടിൽ നിന്നും ഒരു സൂചി ഞാൻ വാങ്ങിച്ചു. ഒരു സൂചി, എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചു കേക്ക്, അടുത്ത വീട്ടിൽ നിന്നും തയ്ക്കാൻ വേണ്ടി ഒരു സൂചി വാങ്ങിച്ചു. ആ സൂചി ഞാൻ തിരിച്ചു കൊടുക്കാൻ മറന്നുപോയി. അതിനെ സംബന്ധിച്ച് ഇന്നും എന്നോട് വിചാരണ നടത്തിക്കൊണ്ടിരിക്കുകയാ. എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയുന്നില്ല, അല്ലാത്ത വിഷമത്തിലാണ് ഞാനെന്ന് പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലത്തെ എത്ര കാലടി ശബ്ദമാ നിങ്ങൾക്ക് കേൾക്കേണ്ടത്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്ക്, പടച്ചറബുമായിട്ടൊന്ന് അടുക്ക്, പടച്ചറബുമായിട്ടൊന്ന് അഭേദ്യമായ ബന്ധമുണ്ടാക്ക്. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ബന്ധമുണ്ടാക്കിയതുപോലെ ആരാ? ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ശ്രദ്ധിക്കൂ എന്റെ ചെറുപ്പക്കാരാ, നീ ഒന്ന് ശ്രദ്ധിക്കൂ. ആരാ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു? ഒരു മണിക്കൂറിൽ ധരിക്കുന്ന വസ്ത്രമല്ല അടുത്ത മണിക്കൂറിൽ ധരിക്കുക, അടുത്ത മണിക്കൂറിൽ ധരിക്കുന്ന വസ്ത്രമല്ല തൊട്ടടുത്ത മണിക്കൂറിൽ ധരിച്ചിരുന്നത്. ഒരു മണിക്കൂറിൽ ധരിച്ചിയ സുഗന്ധമല്ല തൊട്ടടുത്ത മണിക്കൂറിൽ പൂശുക. അങ്ങനത്തെ ഒരു വല്ലാത്ത മനുഷ്യനായിരുന്നു മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ മാറ്റിയതാരാ? ഒരു പെണ്ണല്ലേ, ഒരു പെണ്ണിന്റെ കരച്ചിലല്ലേ, ഒരു പെണ്ണിന്റെ ചിരിയല്ലേ. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു നായാട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നില്ലേ? നായാട്ട് കഴിഞ്ഞ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നപ്പോൾ ഇതാ വീട്ടിൽ ജോലിക്ക് വരുന്ന, മെറ്റമടിക്കാൻ വരുന്ന, റൂം വൃത്തിയാക്കാൻ വരുന്ന പെണ്ണുണ്ടല്ലോ, പട്ടുമത്തയിൽ കിടന്നുറങ്ങുകയാ. പട്ടുമത്തയിൽ കിടന്നുറങ്ങുന്നതായ പെണ്ണിനെ കണ്ടിട്ട് ഡീ എന്നൊരു വിളി. ആര് പറഞ്ഞടി എന്റെ പട്ടുമത്തയിൽ കിടന്നുറങ്ങാൻ? പറഞ്ഞു, മാപ്പാക്കണേ. പാവപ്പെട്ട പെണ്ണിന്റെ പ്രഖ്യാപനമാ, മാപ്പാക്കണേ, പൊറുക്കപ്പെടണേ, അറിയാതങ്ങ് കടന്നു പോയതാ. ഈ റൂമൊന്ന് വൃത്തിയാക്കാൻ വന്നപ്പോൾ, ഈ റൂമിലെ പൊടി അടിച്ചു വാരിയപ്പോൾ അറിയാതെ പട്ടുമെത്തയിലൊന്ന് പിടിച്ചു നോക്കി. പട്ടുമെത്തയിൽ പിടിച്ചപ്പോൾ വല്ലാത്ത സുഖം തോന്നി. ആ സുഖം തോന്നിയപ്പോൾ ഒന്ന് ഇരുന്ന് നോക്കി. ഇരുന്നപ്പോൾ വല്ലാത്ത ഒരു അനുഗ്രഹം, വല്ലാത്ത ഒരു അനുഭൂതി, വല്ലാത്ത ഒരു രസം. അങ്ങനെ ഇരുന്നപ്പോൾ ഒന്ന് കിടക്കണമെന്ന് തോന്നി കിടന്നു പോയതാ. കിടന്നപ്പോൾ അറിയാതങ്ങ് മയങ്ങിപ്പോയി. ക്ഷമിക്കടേ. ഓ, ആരായി പറയുന്നത്? മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ നിന്നുകൊണ്ടൊരു പെണ്ണാ പറയുന്നത്, ഒരു പെണ്ണാ സംസാരിക്കുന്നത്. പൊറുക്കണേ എന്ന് പറഞ്ഞപ്പോൾ ആകാശത്തെ കീറി മുറിക്കുന്ന അടിയടിക്കുകയാണ് ഇബ്രാഹിം. അടിച്ചപ്പോൾ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ആഞ്ഞടിക്കുമ്പോൾ ആ അടിയുടെ ആഘാതമത്താൽ പെണ്ണിതാ പൊട്ടി കരയുകയാ. അത് കഴിഞ്ഞിതാ പെണ്ണ് ചിരിക്കുകയാ. ചിരിച്ചപ്പോൾ ചിരിക്കുന്ന പെണ്ണിനോട് ചോദിച്ചു, എന്തേ പെണ്ണേ നീ ചിരിച്ചത്? എന്തേ പെണ്ണേ നീ കരഞ്ഞത്? കരഞ്ഞതാ എന്നെ ശിക്ഷിച്ചില്ലേ, അതോർത്ത് ഞാൻ കരഞ്ഞതാ. അടിച്ചപ്പോൾ വേദനയുണ്ടായി, അങ്ങനെ കരഞ്ഞതാ. എന്താ പെണ്ണേ നീ ചിരിച്ചതെന്ന് ചോദിച്ചപ്പോൾ, ചിരിച്ചതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ചിരിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, ഈ നിസാരപ്പെട്ട ഒരു പട്ടുമെത്തയിൽ കടന്ന കാരണത്താൽ എന്നെ അടിച്ചെങ്കിൽ, എന്നെ ദ്രോഹിച്ചെങ്കിൽ, എന്നെ വേദനപ്പെടുത്തിയെങ്കിൽ നിന്റെ ശിക്ഷ എത്രയാ, നിന്റെ ശിക്ഷ എത്രയാ, അതോർത്തിട്ട് ഞാൻ ചിരിച്ചതാ. എന്റെ അള്ളാന്റെ ശിക്ഷ എത്രയാ? ഇന്നാദാബീ ലശദീദ്. എന്റെ റബ്ബിന്റെ ശിക്ഷ കഠിന കഠോരമാ, എന്റെ റബ്ബിന്റെ ശിക്ഷ കഠിന കഠോരമാ.
കടോരമാ. ഇന്നാരാ പറയുന്നത്? ആ പെണ്ണാ പറയുന്നത്, പാവപ്പെട്ട പെണ്ണാ പറയുന്നത്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന പെണ്ണാ പറഞ്ഞത്. എന്ത് പറഞ്ഞു പെണ്ണേ? എന്റെ റബ്ബിന്റെ ശിക്ഷ വലുതാണ്, എന്റെ റബ്ബിന്റെ ശിക്ഷ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു. ആരാ നിന്റെ റബ്ബ്? ആരാ നിന്റെ റബ്ബ്? നിന്നെ ആരാ നയിക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചു. ഈ പെണ്ണിന്റെ കരച്ചിൽ കാരണത്താൽ, ഈ പെണ്ണിന്റെ ചിരി കാരണത്താൽ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ചിന്തിക്കാൻ തുടങ്ങിയില്ലേ? ചിന്തിച്ചോ? ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ മട്ട് മാറിയില്ലേ? ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ മാറിയില്ലേ? ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഒരു മണിക്കൂറിൽ ധരിച്ചിരുന്ന വസ്ത്രമല്ല അടുത്ത മണിക്കൂറിൽ ധരിച്ചിരുന്നെങ്കിൽ, ഒരു മണിക്കൂറിൽ പൂശിയ സുഗന്ധമല്ല അടുത്ത മണിക്കൂറിൽ പൂശിയിരുന്നെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ചില്ലേ? ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു സ്കെൽറ്റായ ആളായി മാറിയില്ലേ? ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അല്ലാഹുമായിട്ട് അടുത്തില്ലേ? ഈ പെണ്ണ് പറഞ്ഞ കാരണത്താൽ എന്റെ റബ്ബ്, എന്റെ റബ്ബ്, എന്റെ റബ്ബിന്റെ ശിക്ഷ കഠിന കടോരമാ, എന്റെ റബ്ബിന്റെ ശിക്ഷ കഠിന കടോരമാ എന്നോർത്തുകൊണ്ട് അല്ലാഹുവിലേക്ക് അങ്ങടുത്തില്ലേ? പടച്ച റബ്ബുമായിട്ട് അങ്ങടുത്തപ്പോൾ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിക്കാൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം തുടങ്ങിയില്ലേ? അങ്ങനെ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച് ബൽഖ് എന്ന് പറയുന്ന സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന, അമരക്കാരനായിരുന്ന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, അങ്ങ് വല്ലാതങ്ങ് മാറിയില്ലേ? ഒരു നാളിൽ ബൽഖ് എന്ന് പറയുന്ന സാമ്രാജ്യത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവിടുത്തെ ചെറുപ്പക്കാര് കല്ലെറിഞ്ഞില്ലേ? അവിടുത്തെ ചെറുപ്പക്കാര് കല്ലെറിഞ്ഞില്ലേ? കല്ലെറിഞ്ഞപ്പോൾ വയോവൃദ്ധര് പറഞ്ഞില്ലേ? കല്ലെറിയരുതേ, അരുതേ, അരുതേ, കല്ലെറിയരുതേ, ശിക്ഷിക്കരുതേ. ഇതാരെന്നറിയുമോ? ഇതാരെന്നറിയുമോ? നിങ്ങൾക്കറിയില്ലേ? ഇത് ബൽഖ് എന്ന് പറയുന്ന സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന, അമരക്കാരനായിരുന്ന ഇബ്രാഹിം ഇബ്നു അദ്ഹമാണ്. അല്ലോ പൊറുക്കണേ എന്നും പറഞ്ഞ് കാലിൽ വന്ന് ചെറുപ്പക്കാര് വീണില്ലേ? ഞങ്ങളെ ഒന്ന് ഉപദേശിക്കണേ എന്ന് പറഞ്ഞില്ലേ? ഉപദേശിക്കാൻ സമയമില്ല, ഉപദേശിക്കാൻ സമയമില്ല. അസ്രായീൽ വരാൻ സമയമായി, അസ്രായീൽ വരാൻ സമയമായി എന്ന് പറഞ്ഞിട്ട് എന്തേ അസ്രായീൽ വരുന്ന കോലത്തെപ്പറ്റി, അതിനെ സംബന്ധിച്ച് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു വിസ്തരിച്ച് പറഞ്ഞില്ലേ? പറഞ്ഞിട്ട് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അങ്ങ് പോയില്ലേ? മക്കത്ത് പോയിട്ട് അങ്ങ് ഹജ്ജും ഉംറയും ചെയ്തില്ലേ? എന്നിട്ട് അല്ലാഹുവിനോട് പറഞ്ഞില്ലേ? അല്ലാഹുവിനോട് പറഞ്ഞില്ലേ? വഇൻ തഗ്ഫിർ വഅന്ത ലിദാക അഹ്ലു വഇൻ തർദു ഫമൻ യർഹം സിവാക. അല്ലാഹുവേ പൊറുത്തു തരണേ റഹ്മാനെ, ഇബ്രാഹിമിനെ പൊറുത്തു തരണേ റഹ്മാനെ. ഞാൻ ഒരുപാട് മോശത്തരം ചെയ്തു പോയിട്ടുണ്ട് റഹ്മാനെ. നിന്റെ അദാബ്, നിന്റെ ശിക്ഷയെന്ന് കേട്ടപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ചു പോയി. അല്ലാ, ഒരു പാവപ്പെട്ട പെണ്ണിനെ ഞാൻ ദ്രോഹിച്ചു, അവളുടെ കണ്ണുനീരിന്റെ കൊട്ടാരത്തിൽ വീണു. റഹ്മാനായ റബ്ബേ പൊറുക്കണേ അല്ലാ, മാപ്പാക്കണേ അല്ലാ, പൊറുത്തു തരണേ അല്ലാ. ഞാൻ വിവരക്കേട് കാണിച്ചു പോയി, ഞാൻ മോശത്തരം കാണിച്ചു പോയി, ഞാൻ ആക്രമിച്ചു പോയി, ഞാൻ അനാഥരെ ആക്രമിച്ചു പോയി, പാവപ്പെട്ടവർക്ക് ഞാൻ ദ്രോഹം ചെയ്തു പോയി. അല്ലാഹുവേ പൊറുക്കാൻ ഏറ്റവും കൂടുതൽ അന്തസ്സുള്ളവൻ നീയാണ് റബ്ബേ. എന്റെ പാപം പൊറുത്തു തരാൻ ഏറ്റവും കൂടുതൽ അർഹതയുള്ളവൻ നീയാ അല്ലാ. അതുകൊണ്ട് എന്റെ പാപം പൊറുക്കണേ റബ്ബേ. കുറ്റങ്ങൾ മുഴുവനും മക്കയുടെ കില്ല പിടിച്ചിട്ട് ഏറ്റുപറഞ്ഞ് പൊട്ടിക്കരഞ്ഞില്ലേ? നീ എത്ര വട്ടം കഅബാലയത്ത് പോയി, എത്ര വട്ടം ഉംറ ചെയ്തു, നീ എത്ര വട്ടം ഹജ്ജ് ചെയ്തു, എത്ര പ്രാവശ്യം പൊട്ടിക്കരഞ്ഞു. നീ പ്ലേറ്റിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് നീ പിന്നെ സംസാരിക്കുന്നത് പലിശയെ പറ്റിയല്ലേ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പലിശയെ പറ്റിയല്ലേ? ഉംറ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ബാക്കിയിരിക്കുന്ന പൈസയും, മോൾ അയച്ച പൈസയും, മോൻ കൊടുത്തുവിട്ട പൈസയും, ആ സ്വർണവും എല്ലാം കൂടി വിറ്റിട്ട് ഈ ബാങ്കിൽ നിന്നും അടുത്ത ബാങ്കിലേക്ക് പലിശയ്ക്ക് വേണ്ടി ഒരുക്കിയില്ലേ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നീയും ഉണരുക. പലിശ നിന്റെ മക്കളെ കൊണ്ട് തൊടിയിക്കരുത്, നീയും കടിക്കരുത്. അങ്ങനെ പലിശയുടെ എത്ര ഭക്ഷണമാ നീ കടിച്ചത്? പൊറുക്കുമോ പ്രിയപ്പെട്ടവരെ? എന്നാൽ നീ അല്ലാഹുവിലേക്ക് അടുക്ക്. കഅബ പിടിച്ച് കില്ല പിടിച്ച് ദുആ ചെയ്താൽ പിന്നെ ആ പാപത്തിലേക്ക്, തെറ്റിലേക്ക് പോകില്ല എന്ന് ശപഥം ചെയ്തിട്ട് നീ നാട്ടിലേക്ക് വന്ന് നിന്റെ രൂപം മാറിയില്ലേ? നിന്റെ പാപം മാറിയില്ലേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എത്ര വട്ടം നീ കഅബാലയത്ത് പോയി? എന്റെ പ്രിയപ്പെട്ട സഹോദരി, എത്ര വട്ടം നീ കഅബാലയത്ത് പോയി? എത്ര വട്ടം മുത്തുനബിയുടെ റൗളയിൽ തൊട്ടു? എത്ര വട്ടം മുത്തുനബിയുടെ
നബിയുടെ റൗളയിൽ ചെന്നിട്ട് നെടുവീർപ്പോടുകൂടി അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖൈറ ഖൽഖില്ലാഹ്, ഇതൊക്കെ പറഞ്ഞ് നീ സലാത്തും സലാമും പറഞ്ഞ് ദുആ ചെയ്ത് പൊട്ടിക്കരഞ്ഞിട്ട് ഈന്തപ്പഴവും സംസവും വെള്ളവുമായി ഈ നാട് മുഴുവനും കൊണ്ടുകൊടുത്തിട്ട് പിറ്റേന്ന് മുതൽ കൊണ്ടുപോയ സർവരെ പറ്റിയും നീ പുച്ഛിച്ചു തള്ളിയില്ലേ? എന്തേ നീ റബ്ബിലേക്ക് അടുക്കാത്തത്? എന്തേ നീ റബ്ബിലേക്ക് അടുക്കാത്തത്? എന്തേ നീ ഖബറിലെ കാലടി ഒച്ച നീ കേൾക്കാത്തത്? ഖബറിന്റെ ശബ്ദം നീ കേൾക്കാത്തത് എന്തേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ? എന്നിട്ട് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു കഅബയുടെ കില്ല പിടിച്ച് സർവ്വ പാപങ്ങളും ഞാൻ ഇന്നത് ചെയ്തു, ഇന്ന തെറ്റ് ചെയ്തു, ഇന്ന തെറ്റ് ചെയ്തു, ഇന്ന തെറ്റ് ചെയ്തു, പുറത്തു തരണം, പൊറുക്കാൻ ഏറ്റവും കൂടുതൽ അർഹൻ നീയാണ്. അല്ലാഹുവേ, പൊറുക്കാതെ എന്നെ നീ ആട്ടിവിടുകയാണെങ്കിൽ, ഈ സ്ഥലത്ത് നിന്നും, ഈ ഹറമിൽ നിന്നും, ഈ പോരിശയുള്ള സ്ഥലത്ത് നിന്നും എന്നെ നീ ആട്ടിപ്പായിക്കുകയാണെങ്കിൽ ആരാണ് റബ്ബേ എനിക്ക് അനുഗ്രഹം ചെയ്യുക? ആരാണ് റബ്ബേ എനിക്ക് കരുണ ചെയ്യുക? എന്നെ ഇവിടെ നിന്നും ആട്ടിപ്പായിച്ച് നീ ഓട്ടിക്കുകയാണെങ്കിൽ ആരാ റബ്ബേ എനിക്ക് കരുണ ചെയ്യുക? ആരാ റബ്ബേ എനിക്ക് അനുഗ്രഹം ചെയ്യുക? എന്ന് പറഞ്ഞ് 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 കഅബയുടെ കില്ല പിടിച്ച് അവിടെ കിടന്ന് മരിച്ച ഏറ്റവും വലിയ വ്യക്തിത്വവും ഏറ്റവും വലിയ വലിയും അള്ളാഹുവുമായിട്ട് ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലത്തടുത്തു എന്ന് ചരിത്രം ഉല്ലേഖനം ചെയ്യപ്പെട്ട മഹാനുഭാവനല്ലേ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, നീ നിന്റെ ശംഭുവെപ്പൊന്ന് നിർത്ത്. ചെറുപ്പക്കാരാ, നിന്റെ മദ്യപാനം ഒന്ന് നിർത്ത്. ശഅബാൻ മാസത്തിലാ, അള്ളാഹുവുമായിട്ടെടുക്ക്, പടച്ചറബുമായിട്ടെടുക്ക്. അള്ളാഹുവുമായിട്ടെടുത്തിട്ട് പടച്ചറബിന്റെ സാമീപ്യം കരസ്ഥമാക്ക്. എനിക്ക് സ്വർഗം വേണം, എനിക്ക് സ്വർഗം വേണം. ഇവിടെ സ്വർഗത്തിൽ കടക്കാതെ രണ്ടുപേരെ അള്ളാഹു തടഞ്ഞു വെച്ചിരിക്കുന്നു. ഒരാള് ആരായിരുന്നു? ചുമട്ടു തൊഴിലാളി, വിറക് കൊണ്ടുപോകുന്ന ആള്. ആ വിറകിന്റെ ഒരു ചീലെടുത്ത് പല്ലുകുത്തി, അനുവാദമില്ലാതെ, അന്യവന്റെ അനുവാദമില്ലാതെ പല്ലുകുത്തി എന്ന കാരണത്താൽ മറ്റൊരാളോ സൂചി കടം വാങ്ങിച്ചു. 50 പൈസയുടെയോ 2 രൂപയുടെയോ സൂചി വാങ്ങിച്ചിട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല. കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് അള്ളാഹു സ്വർഗത്തിൽ കടത്തുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നീ ചെയ്ത പാപം ചങ്കത്ത് കൈവച്ചിട്ട് നീ ഒന്ന് ചിന്തിക്ക്. എങ്ങനെയാ ഈ പാപം തീർക്കുക? എങ്ങനെയാ ഈ പാപം കഴിയുക? പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയുണ്ട്. പരിശുദ്ധമായ മാസങ്ങളാ കടന്നു വരുന്നത്. ആ മാസത്തിൽ നീ പള്ളിയിലേക്ക് കടക്ക്. മൂത്തവരെ ബഹുമാനിക്ക്. ഇളയവരുമായി നീ സ്നേഹം കാണിക്ക്. ഇളയവരുമായി ആത്മബന്ധമുണ്ടാക്ക്. വിധവകളെ നീ സംരക്ഷിക്ക്. അവർക്ക് വേണ്ടി സംഘടനക്കാർ സഹായം ഒഴുക്ക്. യതീമക്കളെ ഒന്ന് തരോട്. പൊന്നുമോനെ സ്വർഗമാ, പൊന്നുമോനെ സ്വർഗമാ. ഇത് ഹബീബായ മുത്ത് ഹബീബാ പറയുന്നത്. ഇത് വിനീതൻ സിയാദ് മന്നാനി അല്ല പറയുന്നത്, അല്ലാന്റെ ഹബീബാ പറയുന്നത്. എന്റെ യതീമക്കളെ സഹായിച്ചാൽ അവര് സ്വർഗത്തിൽ ഹാക്കതാ. ഇപ്രകാരം 2 വിരലിന്റെ അടുപ്പം എന്നോടൊപ്പം സ്വർഗത്തിലാണെന്ന് പറഞ്ഞെങ്കിൽ യതീമക്കളെ സംരക്ഷിക്ക്. ഉമ്മയും ഉപ്പയും ഇല്ലാതെ, കിതാബ് വാങ്ങാൻ പണമില്ലാതെ എത്ര കുഞ്ഞുങ്ങളാ ദറസിൽ അന്തേവാസികളായി വിശ്രമം കൊള്ളുന്നത്. അവരെ സഹായിക്ക്. അവരുമായി ആത്മബന്ധമുണ്ടാക്ക്. എന്നിട്ട് നീ അല്ലാഹുവിലേക്ക് അടുക്ക്. അല്ലാഹ് നിന്റെ പാപം പൊറുക്കും. അല്ലാഹ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വനബിയിനാ വമൗലാനാ മുഹമ്മദ്. കരുണക്കടലായ റബ്ബേ, രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങൾക്ക് ഭക്ഷണങ്ങളും പാനീയങ്ങളും നൽകുന്ന നാഥാ, ഞങ്ങളുടെ ജീവിതവും മരണവും നിശ്ചയിച്ച തമ്പുരാനെ, ഞങ്ങളോട് സ്നേഹമുള്ള റഹ്മാനെ, ഞങ്ങൾക്ക് അനുഗ്രഹം ചൊരിക്കുന്ന തമ്പുരാനെ, ഞങ്ങളിൽ നീ ബറക്കത്ത് ചൊരിക്കണേ അല്ലാ. ഞങ്ങളിൽ നീ അനുഗ്രഹം ചൊരിക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ നീ റഹ്മത്ത് ചൊരിക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ നീ റഹ്മത്ത് ചൊരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ സഹധർമ്മിണിമാരിൽ നീ ബറക്കത്ത് ചൊരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളിൽ നീ ബറക്കത്ത് ചൊരിക്കണേ അല്ലാ. റഹ്മാനെ, നീ എന്തെല്ലാം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടോ തമ്പുരാനെ, ഇനി എന്തെല്ലാം ഞങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ അല്ലാ, അതിലെല്ലാം നിന്റെ റഹ്മത്തും ബറക്കത്തും കൊണ്ട് നിറയ്ക്കണേ
തരക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാ ബലാ മുസീബത്തിടങ്ങേറുകളെ തൊട്ട് കാക്കണേ അല്ലാ. വാഹനാപകടങ്ങൾ, അപകട മരണങ്ങൾ, വെന്തുരുകുന്ന മരണങ്ങൾ, ചെന്ന ഭിന്നമാകുന്ന മരണങ്ങൾ, മാരകമായ രോഗങ്ങൾ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. റഹ്മാനെ, ദൈനംദിനം ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപകട മരണങ്ങളാ അല്ലാ. ദൈനംദിനം ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപകട മരണങ്ങളാ അല്ലാ. റഹ്മാനെ, ചെന്ന ഭിന്നമായി മരിക്കുന്ന മരണങ്ങളാ അല്ലാ. കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വെള്ളപ്പാണ്ടുകളെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. മാരകവും ഭീകരവുമായ രോഗം ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ക്യാൻസറുകൾ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. പ്ലേഗുകൾ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. കുഷ്ഠങ്ങൾ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. വെള്ളപ്പാണ്ടുകൾ ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ. ബ്രെയിൻ ട്യൂമറുകൾ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. മാരകവും ഭീകരവുമായ ഏതെല്ലാം രോഗങ്ങളുണ്ടോ റബ്ബേ, ആ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ഞങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളറകളിലെങ്ങാണം ഏതെങ്കിലും മാരകമായ ഭീകരമായ ഏതെങ്കിലും രോഗത്തിന്റെ വൈറസ് ഉണ്ടെങ്കിൽ അത് നീ നശിപ്പിക്കണേ അല്ലാ. ഞങ്ങൾ ഈ മജ്‌ലിസ് ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഇല്ലാതാക്കണേ റഹ്മാനെ. മാരകവും ഭീകരവുമായ ഏതെങ്കിലും രോഗത്തിന്റെ വൈറസ് ഈ നാട്ടിലുണ്ടെങ്കിൽ, ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ഉമ്മമാരിലോ ഒരു സഹോദരിയിലോ ഒരു സഹോദരനിലോ ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു പുരുഷനിലോ ഉണ്ടെങ്കിൽ അത് നീ ഇല്ലാതാക്കണേ റഹ്മാനെ. ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ അത് ഇല്ലാതാക്കണേ റഹ്മാനെ. ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ അത് കരിച്ചു കളയണേ അല്ലാ. കരിച്ചു കളയണേ അല്ലാ. കരിച്ചു കളയണേ അല്ലാ. ഞങ്ങളുടെ ആപതുള്ള ശരീരം നീ തളർത്തല്ലേ റഹ്മാനെ. ഞങ്ങളുടെ ആപതുള്ള ശരീരം തളർന്നു പോയിട്ട് റഹ്മാനായ റബ്ബേ, കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്തു പോകുന്ന ഇവനൊന്ന് മരിച്ചിരുന്നെങ്കിലും ആഗ്രഹിക്കുന്ന രോഗം ഞങ്ങൾക്ക് തരല്ലേ തമ്പുരാനെ. ഞങ്ങൾക്ക് തരല്ലേ തമ്പുരാനെ. ഞങ്ങളുടെ കൈകാലവയവങ്ങൾ മുറിക്കുന്ന അവസ്ഥ തരല്ലേ റഹ്മാനെ. ഞങ്ങളുടെ കൈകാലവയവങ്ങൾ മുറിച്ചു മാറ്റുന്ന രോഗം ഞങ്ങൾക്ക് തരല്ലേ തമ്പുരാനെ. ഞങ്ങളുടെ പള്ളിയെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ പള്ളി നിവാസികളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് ഞങ്ങളോട് വല്ലാത്ത സ്നേഹമുള്ളവരുണ്ട് റഹ്മാനെ, വല്ലാത്ത ബഹുമാനമുള്ളവരുണ്ട് റഹ്മാനെ. ഞങ്ങളെ എന്നും പറഞ്ഞു നടക്കുന്നവരുണ്ട് റഹ്മാനെ. എപ്പോഴും ഞങ്ങളുടെ കൂടുള്ളവരുണ്ട് റഹ്മാനെ. എന്ത് പറഞ്ഞാലും മാറിപ്പോകാത്തവരുണ്ട് റഹ്മാനെ. എന്ത് വൈദേശത്തോടു കൂടി പറഞ്ഞാലും പിന്നെയും പിന്നെയും മടുത്ത് ഞങ്ങളോടൊപ്പം തള്ളക്കോടികൾ കുഞ്ഞുങ്ങളോട് വരുന്നത് പോലെ വരുന്നവരുണ്ട് റഹ്മാനെ. അനുഗ്രഹിക്കണേ അല്ലാ. അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, അവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ വീടിന്റെ പണി എത്രയും പെട്ടെന്ന് നീ തീർക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഞങ്ങളോട് ബന്ധപ്പെട്ട പലരും റബ്ബേ കഷ്ടപ്പെടുന്നവരുണ്ട് റഹ്മാനെ. പ്രഭാത പുലരിയിൽ ജോലിക്ക് പോകുന്നവരുണ്ട് റഹ്മാനെ. പ്രഭാത പുലരിയിൽ ജോലിക്ക് പോകുന്ന ഒരു വീടിന്റെ നെടുന്തൂണായ ആള് പ്രഭാത പുലരിയിൽ ജോലിക്ക് പോയി മടങ്ങിയെത്തുമ്പോൾ വെള്ളയിൽ പൊതിഞ്ഞു കൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല റബ്ബേ. ഞങ്ങളുടെ വീടിന്റെ നെടുന്തൂണായ കുടുംബത്തെ പോറ്റേണ്ട പൊന്നുമോൻ, പെങ്ങന്മാരെ കെട്ടിക്കേണ്ട പൊന്നുമോൻ, കുഞ്ഞുമക്കളുടെ ഉപ്പയായ പൊന്നുമോൻ പ്രഭാതത്തിൽ ജോലിക്ക് പോകുന്നു റബ്ബേ. വാഹനം ഇടിച്ചു മരിക്കുന്നു അല്ലാഹുവേ. വൈകുന്നേരം കാണുന്നത്, ഭാര്യ കാണുന്നത്, മക്കള് കാണുന്നത് മരിച്ചു വന്ന അല്ലാഹുവേ വെള്ളയിൽ പൊതിഞ്ഞതായ മയ്യിത്താണല്ലോ അല്ലാ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ നട്ടെല്ല് പൊട്ടുന്നതിന് തുല്യമാണല്ലോ അല്ലാ. ഭാര്യ വിധവയാകുന്നു റഹ്മാനെ. മക്കള് യതീമുകളാകുന്നു റഹ്മാനെ. ഈ അടുത്തൊരു മരണത്തിൽ പങ്കെടുത്തു റഹ്മാനെ. മരണത്തിൽ പങ്കെടുത്ത് അവസാനം അടുക്കാറായപ്പോൾ മയ്യത്ത് പൊതിഞ്ഞു തീർന്നു മുഖം കൂടി മൂടാൻ പോയപ്പോൾ ഇനി ആരെങ്കിലും കാണാനുണ്ടോ എന്ന് മയ്യത്ത് പൊതിയുന്നവർ വിളിച്ചു ചോദിച്ചപ്പോൾ കാണാനുണ്ട്, കാണാനുണ്ടെന്നും പറഞ്ഞ് 10ഉം 9ഉം 7ഉം വയസ്സുള്ള പിഞ്ചുമക്കള് വന്നിട്ട് ചുടുചുടാ ചുംബനം കൊടുക്കുമ്പോൾ ആ ചുംബനം കൊടുക്കുന്ന സന്ദർഭത്തിൽ കണ്ണു നിന്നും ഉതിർന്നു വീഴുന്നത് ചോരയാണല്ലോ റബ്ബേ, കണ്ണുനീരല്ലോ അല്ലാ. യതീമക്കളെ നീ പരിഗണിക്കണേ. ഞങ്ങളുടെ ഭാര്യമാരെ നീ വിധവകളാക്കല്ലേ അല്ലാ.
മക്കളുമാരെ നീ യതീമുകളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആയുരാരോഗ്യവും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ വയോവൃദ്ധരായ ഞങ്ങളുടെ ഉസ്താദുമാരുണ്ട് റബ്ബേ, അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഖൈർ ചൊരിക്കണേ അല്ലാ, അഭിവൃദ്ധി ചൊരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളോട് ദുആ കൊണ്ട് പലരും വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, അവർ ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ നീ സബലീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. പ്രഭാത പുലരിയിൽ പഠിക്കാൻ പോകുന്ന ഞങ്ങളുടെ പൊന്നരുമകൾ റബ്ബേ, ഞങ്ങൾ ചുടുചുംബനം കൊടുത്തു വിടുന്നു റബ്ബേ. പ്രദോഷത്തിൽ വെള്ളയിൽ പൊതിഞ്ഞ ഞങ്ങളുടെ അരുമക്കളുടെ മയ്യത്ത് ഞങ്ങളുടെ ഉമ്മറത്ത് കൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ, ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ കാത്തുകൊള്ളണേ അല്ലാ, ഞങ്ങളുടെ പൊന്നരിമകളെ കാത്തുകൊള്ളണേ അല്ലാ. ഞങ്ങളുടെ പെൺമക്കളെ റബ്ബേ സ്വാലിഹത്താക്കണേ അല്ലാ, ആലിമത്താക്കണേ അല്ലാ, ഹാഫിളത്താക്കണേ അല്ലാ. ഞങ്ങളുടെ ആൺമക്കളെ ആലിമാക്കണേ അല്ലാ, ഹാഫിളാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഈ കൂട്ടത്തെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ താഴത്തറ എന്ന് പറഞ്ഞ നാടിനെ നീ സ്വീകരിക്കണേ അല്ലാ. സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് സ്വീകരിക്കണേ അല്ലാ. ഈ നാട്ടിൽ ഒരുമിച്ച് കൂടിയ ഉസ്താദുമാരെ നീ സ്വീകരിക്കണേ അല്ലാ. കമ്മിറ്റി പരിപാലന സമിതികളെ സ്വീകരിക്കണേ അല്ലാ. ഇവിടെ സമ്മേളിച്ചവരെ നീ സ്വീകരിക്കണേ അല്ലാ. സമ്മേളിച്ച മുത്തഅല്ലിമുകളെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഇവിടെ സമ്മേളിച്ച ചെറുപ്പക്കാരെയും മധ്യവയസ്കരെയും സഹോദരിമാരെയും കൊച്ചു സഹോദരിമാരെയും കൊച്ചു കുഞ്ഞുങ്ങളെയും നീ എല്ലാവരെയും സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ വാദിന്റെ സ്റ്റേജുകളിൽ ഹദിയ ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഹദിയ തരുന്ന ഉമ്മപെങ്ങന്മാരുണ്ട് അല്ലാ, അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. സഹോദരന്മാരുണ്ട്, അവരെ അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ, നിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട്, നിന്നെ കാംക്ഷിച്ചുകൊണ്ട്, നിന്റെ സ്വർഗം കാംക്ഷിച്ചുകൊണ്ട് റബ്ബേ ഇവിടെ ഹദിയ കൊടുത്തവരുണ്ടല്ലാ, അവരെ നീ സ്വീകരിക്കണേ അല്ലാ, ഖൈറിലാക്കണേ അല്ലാ. ഉമ്മയുടെ കബറിടം സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കാൻ ഹദിയ കൊടുത്തവരുണ്ട് റഹ്മാനെ, അവരെയും നീ സ്വീകരിക്കണേ അല്ലാ. അവരുടെ ഉമ്മയുടെ കബറിടം നീ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, പാനീയം തന്നവർ, ഉടുവസ്ത്രം തന്നവർ, ഞങ്ങൾ ഓതിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളെ കാത്തിരുന്ന് ഞങ്ങൾക്ക് ഭക്ഷണം തന്ന അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മപെങ്ങന്മാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാക്കന്മാർ, അവർ കബറിലാണല്ലാ. അവരുടെ മണ്ണറകൾ മണിയറയാക്കി പരിപോഷിപ്പിക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും എല്ലാം ജന്നാത്തുൻ നഈമിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഭക്ഷണം തന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ അവരെ ഹിസാബ് കൂടാതെ സ്വർഗത്തിൽ കടത്തണേ അല്ലാ. ഈ നാട്ടിലെ ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മപെങ്ങന്മാരുണ്ട് റബ്ബേ, ഈ വയോവൃദ്ധരായ ഉമ്മമാർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആയുരാരോഗ്യം കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ വാദിന്റെ സ്റ്റേജിൽ റബ്ബേ വിവാഹ പ്രായമെത്തിയിട്ടും വിവാഹം നടത്താത്തവരുണ്ട് റഹ്മാനെ, അതിനുള്ള വരന്മാരെ ഒത്തുകിട്ടാത്തവരുണ്ട് റഹ്മാനെ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് റഹ്മാനായ റബ്ബേ അനുയോജ്യരായ വരന്മാരെ കണ്ടെത്തി വിവാഹം കഴിക്കാനുള്ള തൗഫീഖ് കൊടുത്തനുഗ്രഹിക്കണേ അല്ലാ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ചെറുപ്പക്കാരുണ്ട് റബ്ബേ, അവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ.